ഉള്ള പല യൂത്ത് ഓൺടർപ്രണേഴ്സിനും എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അതെ ഇന്നിട്ടാൽ നാളെ പൈസക്കാരനാവണം. ക്യാപ്സിന്റെ ആള് റിച്ച് ആവണത് 60+ കഴിഞ്ഞ സമയത്തല്ലേ, നമുക്ക് പറയാൻ പറ്റില്ല. ഞാൻ ഫസ്റ്റ് ഇയർ എത്തുമ്പോൾ എൻ്റെ പ്രൊഫസേഴ്സ് എന്നെ ഡോക്ടർ എന്നാണ് വിളിക്കുന്നത്. ഇവിടുത്തെ അംഗീകരിക്കാൻ പറ്റില്ല. ഇവിടുത്തെ ഒരു മെഡിക്കൽ കോളേജിൽ സ്റ്റുഡൻറ്റ് പഠിക്കുന്നുണ്ടെങ്കിൽ അവർ ഫസ്റ്റ് ഇയർ ആകുമ്പോൾ അവരെ ഡോക്ടറൊന്നും ആരും അഡ്രസ്സ് ചെയ്യില്ല. ഉസ്ബെക്കിസ്ഥാനിൽ ഒരുപാട് സ്കാമുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ അഡ്മിഷൻ കിട്ടാണ്ട് അഡ്മിഷൻ ലെറ്റർ അടിച്ചു കൊടുത്തിട്ട് ടൂറിസ്റ്റ് വിസയിൽ കൊണ്ടുപോയിട്ട് കുട്ടികളെ പറ്റിച്ചൊരു സംഗതി ഉണ്ടായിരുന്നു. ഇന്ത്യൻ എംബസിയൊക്കെ ഇടപെട്ടൊരു സംഗതിയാണ്. ഇലോൺ മസ്ക് എന്നുള്ള ഒരാൾ ശരിക്കും ഒരു ദിവസം കൊണ്ടൊന്നും ആയിരിക്കില്ല അയാളുടെ ടീം ബിൽഡ് ചെയ്തിട്ടുണ്ടാവുക. പക്ഷേ അയാൾ ടീമിന് അയാൾ ചെയ്ത കാര്യം, ഞാൻ MBBS ഗ്രാജുവേറ്റ് ചെയ്തതിന് ശേഷമാണ് എനിക്ക് ശരിക്കും നല്ലത് ബിസിനസ് ആണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് നമ്മളെ ലൈഫിൽ നമ്മൾ ആരെ കൂടെ നടക്കണ അയാൾ 60% നമുക്ക് കിട്ടുന്ന. ഈ പുകവലിൻ്റെ കാര്യമൊക്കെ പറയുന്നത് ഞാൻ വലിച്ചു കഴിഞ്ഞാൽ 60% എനിക്കാണെന്നുള്ള അതേപോലെ തന്നെയാണ് ശരിക്കും നമ്മുടെ സർക്കിൾ എന്ന് പറയുന്നത്. നമ്മുടെ ടീമിൽ ഡിസ്ട്രാക്ഷൻ വരാൻ ചാൻസ്, ഈവൻ നമ്മളെ കോർ ടീം, നമ്മളെ എംപ്ലോയീസ് ഒക്കെ ഡിസ്ട്രാക്ഷൻ വരാൻ ചാൻസ്. ഇതൊന്നും ഇല്ലാണ്ട് നമ്മളൊരു 100% ഒരു കാര്യം ഇന്ന ഡേറ്റിന്, അതായത് ഇന്ന സമയത്ത് ഡെലിവർ ചെയ്യണം എന്ന് പറയുന്നതിൽ 98% നമുക്ക് അക്യുറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, അക്യുറൻസി കീപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, ആദ്യം വേണ്ട മൈൻഡ് സെറ്റ് 9 to 5 മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ ഈ പരിപാടി നടക്കില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം എനിക്ക് പറയാനുള്ളത്. ഇപ്പം എല്ലാവരും ഒരു ട്രെൻഡാണ് ഇതിപ്പോൾ ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യണം, ഇത്ര ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യണം, അങ്ങനത്തെ ഒരു ട്രെൻഡ് ഉണ്ട്. ഇതിപ്പോൾ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ. പക്ഷേ ഡോക്ടർ ഒരു ഡിഫറെൻറ്റ് പ്ലാനാണ് പറഞ്ഞത്. മൂപ്പരാണ് ഇവിടെ ഏറ്റവും ചേഞ്ച് കോഴിക്കോട് നിന്ന് കാണുന്ന ഒരു പിക്ചർ ഉണ്ടാക്കി കൊടുത്തത്. കോഴിക്കോടിൻ്റെ നൈറ്റ് ലൈഫിൽ 2 ടൈപ്പ് ഓഫ് നൈറ്റ് ലൈഫ് ഉണ്ട്. ബീച്ചിലും ഉണ്ട്, ബിസിനസ് പാർക്കിലും ഉണ്ട്. അവരെ പൈസ 1 കോടി എന്നും 1 കോടി തന്നെയാണ്. 8% പൈസ എന്ത് ചെയ്യും, കിട്ടുന്നത് ചിലവാക്കുന്നു. അതിന് വാല്യൂ മാറുന്നില്ലല്ലോ. ഈ ഒരു പ്രോസസ്സ് കണ്ടിട്ട് മാത്രം പല ആളുകളും നമ്മളെ തേടി പിടിച്ച് അഡ്മിഷൻ എടുത്തിട്ടുണ്ട്. ഒരുപാട് പോഡ്കാസ്റ്റുകൾ കൺസ്യൂം ചെയ്യുന്ന ഒരു പേഴ്സൺ എന്ന നിലയ്ക്ക് സ്വന്തമായ ഒരു പോഡ്കാസ്റ്റ് ചാനൽ തുടങ്ങുക എന്നുള്ള ഒരു അൾട്ടിമേറ്റ് ഡ്രീം ആയിരുന്നു. പക്ഷെ എന്തൊക്കെയോ കാരണം കൊണ്ട് അത് നടന്നില്ല. പക്ഷേ ഇനിയൊരു പോഡ്കാസ്റ്റ് ചാനൽ തുടങ്ങുക എന്നുള്ള ഒരു ഫൈനൽ ഡിസിഷനിൽ എത്തി നിൽക്കുന്ന ഒരു സമയത്ത് ആരെ ഗസ്റ്റായി കൊണ്ടുവരും, അതായിരുന്നു എൻ്റെ ഒരു പ്രൈമറി ഡൗട്ട് തന്നെ. ആ ഒരു ഡൗട്ട് ക്ലിയർ ചെയ്യാനായിട്ട് ഞാൻ എൻ്റെ ചാനലിൻ്റെ വിഷൻ ഒന്ന് എടുത്തു നോക്കി. എൻ്റെ ചാനലിൻ്റെ വിഷൻ എന്ന് പറയുന്നത് കരിയറിലും ഓൺടർപ്രണർഷിപ്പിലും ഒരുപോലെ സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകളെ ബിൽഡ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പോൾ ഈ രണ്ടിലും സക്സസ്ഫുൾ ആയിട്ടുള്ള എൻ്റെ നെറ്റ്വർക്ക്സിലുള്ള ആൾ ആരാണെന്ന് ഞാൻ അന്വേഷിച്ച് നോക്കുന്ന സമയത്ത് അതിന് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഒരു പേഴ്സണെ തന്നെ എനിക്ക് കിട്ടി. അദ്ദേഹമാണ് ഡോക്ടർ ഉസൈർ എന്ന് പറയുന്നത്. ഡോക്ടർ ഉസൈറിനെ പറ്റി പറയുന്ന സമയത്ത് ഡോക്ടറാണ്, ഓൺട്രപ്രണർ ആണ്, ഒരു ഗ്ലോബൽ കരിയർ കോച്ചാണ്. ബാക്കി അദ്ദേഹത്തിൻ്റെ ജേർണി അദ്ദേഹം തന്നെ ഈ ഒരു പോഡ്കാസ്റ്റിലൂടെ പറയും. സോ നമുക്ക് ഡയറക്റ്റ്ലി നമ്മുടെ പോഡ്കാസ്റ്റിൻ്റെ ഫസ്റ്റ് എപ്പിസോഡിലേക്ക് കടക്കാം. ഹായ് ഡോക്ടർ, വെൽക്കം ടു ദ പോഡ്കാസ്റ്റ്. താങ്ക് യു. ഇപ്പോൾ ഡോക്ടറിനെ ഒരുപാട് ലെയേഴ്സിലല്ലേ ഡോക്ടറിനെ പ്ലേസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഡോക്ടറുടെ ഒരു ഐഡൻറ്റിറ്റി എങ്ങനെ പ്ലേസ് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്? ആക്ച്വലി ഞാനൊരു ഓൺട്രപ്രണർ ആയിട്ട് പ്ലേസ് ചെയ്യാനാണ് എനിക്ക് ആഗ്രഹമുള്ളത്. അത് നമ്മളെ ലൈഫിൽ നമുക്കൊരു വിഷനും മിഷനൊക്കെ സെറ്റ് ചെയ്ത് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കുറേ ആളുകളെ കണക്ട് ചെയ്യാൻ പറ്റും. എനിക്ക് അങ്ങനെയൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. പല ആൾക്കാരും ഓരോ വ്യക്തികളും ഫ്ലെക്സ് ചെയ്ത് ചിലപ്പോൾ അവരുടെ അടുത്തുള്ള വലിയ കാറ് കാണിച്ചിട്ടായിരിക്കും. ഇപ്പോൾ ഡിഫൻഡറൊക്കെ ഇറങ്ങിയ സമയത്ത് അങ്ങനെ ഓരോരുത്തരും ഓരോ രീതിക്കാണല്ലോ ഫ്ലെക്സ് ചെയ്യുക. എനിക്ക് ഏറ്റവും ഫ്ലെക്സ് ചെയ്യാൻ ഇഷ്ടമെന്ന് വെച്ചാൽ എൻ്റെ ബാക്കിൽ ഉള്ള ഒരു ടീമിനെ അവരെ മുന്നിൽ കാണിച്ചിട്ട് ഇത്രയും ആൾക്കാർ ടുഗദറായിട്ട് പോകണമെന്ന് പറഞ്ഞിട്ടൊക്കെ ഫ്ലെക്സ് ചെയ്യുക. അതൊക്കെയാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പോൾ അതൊരു ഓൺട്രപ്രണർക്കാണ് ശരിക്കും കഴിയുള്ളൂ. അങ്ങനെ ഒരു ടീം ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ശരിക്കും ഒരു ഓൺട്രപ്രണർക്കാണ് അത്ര ആളുകൾക്ക് ലൈക്ക് അവർക്ക് ജോബ് കൊടുക്കുക, അവരുടെ ഫാമിലിനെ സപ്പോർട്ട് ചെയ്യുക. അതൊക്കെ ശരിക്കും ഒരു ഓൺട്രപ്രണർക്ക് മാത്രം പറ്റുന്ന കാര്യമാണ്. ഇപ്പോൾ ഈ ഒരു ഓൺട്രപ്രണർഷിപ്പ് എന്നുള്ള രീതിയിൽ പ്ലേസ്ഡ് ആവാനും ആ ഒരു ഐഡൻറ്റിറ്റിയിൽ അറിയപ്പെടാനാണ് ഡോക്ടർക്ക് ഇഷ്ടം എന്ന് പറഞ്ഞു. ആ ഒരു കാര്യത്തിൽ ഞാൻ വേറൊരു കാര്യം കൂടി ആഡ് ഓൺ ചെയ്തിട്ട് ചോദിക്കാം. അപ്പോൾ നമ്മളൊക്കെ ചെറുപ്പം മുതലേ പഠിക്കുന്ന സമയത്ത് 10th ആണ് മോനെ ഒരു ടേണിംഗ് പോയിന്റ്, 12th ആണ് ടേണിംഗ് പോയിന്റ്, പിന്നെ ഡിഗ്രി എത്തുമ്പോൾ പറയും ഡിഗ്രിയാണ് ടേണിംഗ് പോയിന്റ്. അങ്ങനെ ഒരുപാട് ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്ന ഓരോ സ്റ്റെപ്സ് ഉണ്ട്. അത് നമുക്ക് ബാക്കിയുള്ള ആളുകൾ പറഞ്ഞു തരുന്നത്. ഡോക്ടറുടെ ഒരു ലൈഫിൽ എവിടെയായിരുന്നു ഒരു ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത്? ടേണിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ സത്യം പറയുകയാണെങ്കിൽ എൻ്റെ ഓട്ടോഗ്രാഫ് ഉണ്ട്. ഞാനൊരു 10th ക്ലാസ്സിലൊക്കെ എഴുതിയ ഓട്ടോഗ്രാഫിൽ ഞാൻ എൻ്റെ പ്രൊഫഷനായിട്ട് ഞാൻ എഴുതിയിട്ടില്ല ഞാൻ ഡോക്ടറാവും എന്നുള്ള. പക്ഷെ അന്ന് ചിലപ്പോൾ അത് എഴുതുമ്പോൾ എൻ്റെ ഫ്രണ്ട്സ് ചിലപ്പോൾ അത് വിശ്വസിച്ചിട്ടുണ്ടാവില്ല, ലൈക്ക് ആവോ ഇല്ല എന്നുള്ളത്. ടേണിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാവരുടെ അടുത്തും പറയുന്നൊരു കാര്യം. ഇപ്പോൾ ഈവൻ എൻ്റെ ഫാമിലിയിലെ കുട്ടികളുടെ അടുത്ത് പോലും അവർ 10th ക്ലാസ് കഴിയുമ്പോൾ ഇതൊന്നും ഒന്നല്ല ഞാൻ അവരുടെ അടുത്ത് പറയില്ല. എഴുതുന്ന സമയത്ത് ഞാൻ തന്നെ പറയില്ല. സാധാരണ എല്ലാവരും പറയും ഈ എന്തെങ്ങനെ സംസാരിക്കണം. ഞാൻ പറയും 10 A+ വാങ്ങണമെന്ന് എല്ലാവരും പറയുമ്പോൾ ഞാൻ പറയും അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഞാൻ അങ്ങനെ സംസാരിക്കും. ഇപ്പോൾ ഈ ലാസ്റ്റിൻ്റെ കാക്കാൻ്റെ മോള് 10th ക്ലാസ് കഴിഞ്ഞാണ്. അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞത് ഇതൊന്നും ഒന്നും ടേണിംഗ് പോയിൻ്റ് അല്ല. നമുക്ക് നമ്മളെ ബുദ്ധി ഉറക്കുക എന്നുള്ളൊരു സമയമുണ്ട്. ഈ ബുദ്ധി ഉറച്ചതിന് ശേഷമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമ്മൾ ഒരു ടേണിംഗ് പോയിന്റ് ശരിക്കും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അതാണ് എൻ്റെ സത്യം. അതിന് മുമ്പ് നമുക്ക് മാനിഫെസ്റ്റ് ചെയ്യാം, ഇന്നതാവണം, ഇന്ന ഐഡിയാസ് കൊണ്ടുവരാം, അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാനൊക്കെ പറ്റും. പക്ഷെ നമുക്ക് ഒരു ബുദ്ധിയൊക്കെ കുറച്ച് വരുമ്പോഴാണ് ചില സംഗതികൾ നമുക്ക് നടക്കില്ല എന്ന് മനസ്സിലാവും. അപ്പോൾ ഒരു ചെറിയ കുട്ടി വന്നിട്ട് അമ്പിളിമാമനെ പിടിക്കാൻ പറയുന്ന ഒരു സംഗതി ഉണ്ട്. ആ കുട്ടിക്ക് അറിയില്ലല്ലോ, നമ്മൾ ആ കുട്ടീനെ ചിലപ്പോൾ ചോറ് കൊടുക്കണം, അത് വാങ്ങിത്തരാം അല്ലെങ്കിൽ അത് പിടിച്ചതരാന്നൊക്കെ പറഞ്ഞിട്ടാണ്. പക്ഷെ ആ കുട്ടീൻ്റെ മൈൻഡ് സെറ്റ് അത്രയേ ഉള്ളൂ. അതുപോലെയല്ല, നമ്മളൊരു ശരിക്കൊരു ടേണിംഗ് പോയിന്റ് നമുക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ബുദ്ധി ഉറച്ചതിന് ശേഷം നമ്മൾ ഫിക്സ് ചെയ്യണം
പിന്നെയാണ് നമുക്ക് എന്താണ് അപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ MBBS ഗ്രാജുവേറ്റ് ചെയ്തതിന് ശേഷമാണ് എനിക്ക് ശരിക്കും നല്ലത് ബിസിനസ്സാണെന്നുണ്ടെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം എനിക്ക് മറ്റേതിൽ എനിക്ക് ടൈം പ്രശ്നമാണ്. എനിക്ക് അത്ര സമയം വർക്ക് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഇല്ല. രാവിലെ മുതൽ രാത്രി വരെ ഞാൻ കേൾക്കുന്ന ആൾക്കാരുടെ പ്രശ്നങ്ങളാണ്. എനിക്ക് സൊല്യൂഷനിലേക്ക് നമ്മൾ മരുന്ന് എഴുതി കൊടുക്കുന്നുണ്ട് പോലും. പക്ഷെ അതിനേക്കാളും കുറച്ചുകൂടി എനിക്ക് ഹാപ്പിനെസ് തോന്നിയത് നമുക്ക് കുറച്ചും കൂടിയും ട്രാവൽ ചെയ്യാനും കുറച്ചുകൂടി ആളുകളെ കണക്ട് ചെയ്യാനൊക്കെ ഉള്ള ആ ഒരു ഹാപ്പിനെസ് കിട്ടുന്ന ആ ഒരു ഇതിന് ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഒരു സമയമുണ്ട്. ആ ഒരു മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഞാൻ 2 വർഷം വർക്ക് ചെയ്തതിനു ശേഷമാണ് മനസ്സിലാക്കണത്. പിന്നെ ഞാൻ സക്സസ് ആയതും എന്താ പറയുക ബിസിനസ് ചെയ്തതിനു ശേഷമാണ്. അപ്പോൾ എനിക്ക് തോന്നിയത് എന്താ വെച്ചാൽ എല്ലാവർക്കും ഒരു ടേണിംഗ് പോയിന്റ് മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ ഒന്ന് ബുദ്ധി ഉറക്കണം എന്നുള്ളതിനാണ് പറയാനുള്ളത്. അതിനൊരു ഫിക്സഡ് ടൈം ആക്ച്വലി ഇല്ല. അത് നമുക്ക് എപ്പോഴാണോ നമ്മളെ ആ ഒരു മൈൻഡ് സെറ്റിൽ നമുക്കൊരു ഒരു പക്ഷെ നമുക്ക് വിഷനൊക്കെ വേണം. ഒരു ടൈം പറഞ്ഞാൽ ഇന്നൊരു ഏജിലാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. KFCൻ്റെ ആള് റിച്ച് ആവണതല്ലേ 60+ കഴിഞ്ഞ സമയത്തല്ലേ, നമുക്ക് പറയാൻ പറ്റില്ല. ശരിയാണ്, ഓരോരുത്തർക്ക് ഡിപ്പെൻഡഡ് ആണ്. ഡോക്ടറുടെ ഏറ്റവും ഫേവറേറ്റ് ഐഡന്റിറ്റി എന്ന് പറയുന്നത് ഓൺട്രപ്രണർ എന്നുള്ള രീതിയിൽ അറിയപ്പെടുക എന്നുള്ളത് ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഇപ്പോൾ ഡോക്ടർ കറൻ്റ്ലി എന്തൊക്കെയാണ് ചെയ്യുന്നത്? ഡോക്ടറായി കൺസൾട്ട് ചെയ്യുന്നുണ്ടോ അതോ ഓൺട്രപ്രണർഷിപ്പ് കരിയർ മാത്രമാണോ? ബാക്കി എന്തൊക്കെയാണ് ഡോക്ടർ ചെയ്യുന്നതെന്നുള്ളതൊന്ന് ബ്രീഫായിട്ട് പറയാമോ? ഞാൻ ഒരു ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് 2-3 വർഷം ഞാൻ ഡോക്ടറായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അതിൻ്റെ പാരലലി സ്റ്റാർട്ട് ചെയ്തതാണ് ഡോക്ടർ എക്സ്പെർട്ട്. അപ്പോൾ അതിലേക്ക് കൂടുതൽ ഫോക്കസ് കൊടുക്കേണ്ട സമയം വന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്തു, പ്രാക്ടീസ് സ്റ്റോപ്പ് ചെയ്തു. അതിനുശേഷം ഡോക്ടർ എക്സ്പെർട്ടിലാണ് പിന്നെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തത് ലാസ്റ്റ് ഒരു 4 years ആയിട്ട്. കാരണം നമ്മൾ ബിസിനസ് ടു ബിസിനസ് ഓൾറെഡി ചെയ്യുന്നുണ്ടായിരുന്നു. ബിസിനസ് ടു കസ്റ്റമർ നമ്മൾ ഡോക്ടർ എക്സ്പെർട്ട് ത്രൂ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് പിന്നെ ഫുൾ ടൈം ഡോക്ടർ എക്സ്പെർട്ടിലേക്കായി നമ്മളെ ശ്രദ്ധയും കാര്യങ്ങളൊക്കെ. അപ്പോൾ കാരണം വെച്ചാൽ അത് കൂടുതൽ ആളുകൾ നമ്മളെ ക്രെഡിബിലിറ്റി ബിൽഡ് ആയതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾ നമ്മൾ അപ്രോച്ച് ചെയ്യാൻ തുടങ്ങി, നമ്മുടെ അടുത്ത് ഹെൽപ്പ് ചോദിക്കാൻ തുടങ്ങി. അപ്പോൾ അവരെ മെൻറ്റർ ചെയ്യുക, അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, അവർക്ക് ബെസ്റ്റ് അവരുടെ കരിയറിലേക്കുള്ള ഒരു ട്രാവലിന് ഒരു ബെസ്റ്റ് ഫീൽ കൊടുക്കുക, ഇതൊക്കെ നമ്മളെ മോട്ടീവ് ഉണ്ടായിരുന്നത്. അപ്പോൾ അത് നല്ല സക്സസ് ആയിട്ട് പോകുന്നതുകൊണ്ട് തന്നെ അതാണ് നമ്മളെ മെയിൻ ഫോക്കസ് ഏരിയ എന്ന് പറഞ്ഞത്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മളെ പാർട്ട്നേഴ്സായിട്ട് കൂടിയിട്ട് പല ബിസിനസ്സുകളും, ബ്രാൻഡിങ് കൺസൾട്ടൻസി, നമ്മൾ റിയൽ എസ്റ്റേറ്റ് ഫേം, അങ്ങനെ കുറേ പരിപാടികൾ നമ്മളെ പാർട്ട്നേഴ്സിൻ്റെ കൂടെ അസോസിയേറ്റ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. മേജറായിട്ട് ഡോക്ടർ എക്സ്പെർട്ടിനെ മെയിൻലി അതിൽ നമുക്ക് ഒരുപാട് വിഷൻ ഉണ്ട്. അതൊരു ഡോക്ടർ എക്സ്പെർട്ടിൽ നിൽക്കുന്ന വിഷനല്ല. നമ്മൾ മിഷൻ എന്ന് പറഞ്ഞാൽ ഒരു 5 years നമുക്കൊരു കൃത്യമായൊരു ഗോളുണ്ട്. ആ ഗോളിലേക്ക് നമ്മൾ പോകും. അത് നമ്മൾ കഴിഞ്ഞിട്ട് അച്ചീവ് ചെയ്തിട്ട് പറയാന്നുള്ളതാണ് എൻ്റെ ഒരു രീതി. അതുകൊണ്ട് ഞാൻ അത് എൻ്റെ കോർ ടീമേറ്റ് മാത്രമാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഡോക്ടർ, ഓൺട്രപ്രണർ, കരിയർ കോച്ച്, അങ്ങനെ ഒത്തിരി സ്റ്റേജിലേക്ക് ഡോക്ടർ എത്തിയല്ലോ. ഈ ഒരു ജേണി എങ്ങനെയായിരുന്നു? അതായത് ഇപ്പോൾ 12th കഴിഞ്ഞ് അങ്ങനെ ആ ഒരു ജേണി സ്റ്റാർട്ട് ചെയ്തത് എങ്ങനെയായിരുന്നു? നമുക്ക് ആ ഒരു ഇപ്പം എത്തി നിൽക്കുന്ന ഒരു പൊസിഷനിലേക്ക് എത്താനുള്ള ഒരു ജേണി എങ്ങനെയായിരുന്നു? ഞാൻ 12th ഞാൻ ഓൾറെഡി ഡോക്ടർ ആവണം എന്നുള്ളൊരു പാഷൻ ഉണ്ടായിരുന്നു. 12th കഴിഞ്ഞു. ആ സമയത്ത് നീറ്റ് ഞാൻ അങ്ങനെ കോച്ചിങ്ങിനൊന്നും പോയിട്ടില്ല. നീറ്റ് ജസ്റ്റ് ക്വാളിഫൈ ആയി. ആ സമയത്ത് ഈ പറഞ്ഞ പോലെ ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു വീട്ടിൽ. പക്ഷേ നമ്മളെ വളരെ അടുത്ത് ഉള്ള ഒരു റിലേറ്റീവ് ഉണ്ട്. അപ്പോൾ മൂപ്പരുടെ അടുത്ത് ഞാൻ ഹെൽപ്പ് ചോദിച്ച സമയത്ത് മൂപ്പര് എൻ്റെ അടുത്ത് ഇവിടെയുള്ളൊരു മെഡിക്കൽ കോളേജിൽ സീറ്റ് വാങ്ങിത്തരാമെന്ന് പറഞ്ഞു. അതിനുശേഷം അവിടെ അവരുടെ അക്രഡിറ്റേഷൻ പ്രശ്നം വന്നിട്ട് അത് നടന്നിട്ടില്ല. ആ സമയത്ത് പിന്നെന്തായി, എൻ്റെ ടൈം കഴിഞ്ഞു അഡ്മിഷൻ്റെ. അപ്പോൾ ഞാനൊരു 6 month എഞ്ചിനീയറിങ്ങിന് പോയി, സിവിൽ എഞ്ചിനീയറിങ്ങിന് പോയി. 6 month എഞ്ചിനീയറിങ്ങിന് പോയതിന് ശേഷം എനിക്ക് ആ ഒരു റിഗ്രറ്റ് ഇങ്ങനെ അടിക്കുക. ആ നമ്മളൊരു മാനിഫെസ്റ്റ് ചെയ്തല്ലോ, ഞാൻ ഓൾറെഡി പറഞ്ഞു, എൻ്റെ ഓട്ടോഗ്രാഫിൽ ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു 10th class. അപ്പോൾ ആ ഒരു ഇതിങ്ങനെ റിഗ്രറ്റ് അടിക്കുന്ന ഒരു സമയമുണ്ട്. പിന്നെ നമ്മളെ ഓരോരുത്തർക്കും ഓരോ വിശ്വാസം ഉണ്ടാവില്ല. ഞാൻ ഇപ്പോൾ പഠിച്ചുകൊണ്ടിടത്ത് ഇങ്ങനെ പറയും, എനിക്ക് എഞ്ചിനീയറിംഗ് പഠിക്കുമ്പോഴും എനിക്ക് ഡോക്ടർ ആവണം എന്നുള്ളതാണ് എൻ്റെ പ്രാർത്ഥനകൾ ഉണ്ടായിരുന്നത്. അങ്ങനെ ഒരു സമയത്ത് ഞാൻ നമ്മളെ ഈ പറഞ്ഞ റിലേറ്റീവ് തന്നെ സുലൈമാക്കാനെ മീറ്റ് ചെയ്ത സമയത്ത് മൂപ്പര് ഞാൻ അബ്രോഡ് ഓപ്ഷൻസൊക്കെ നോക്കിക്കൂടെ എന്നുള്ള രീതിയിൽ സംസാരിച്ചപ്പോൾ ഞാൻ ആ രീതിയിൽ മൂപ്പര് ഹെൽപ്പ് ഉണ്ടായിരുന്നു. ആ സമയത്ത് ആ ഒരു രീതിക്ക് എന്ത് ചെയ്തു, ഞാൻ ആദ്യമായിട്ട് MBBS പഠിക്കാൻ വേണ്ടിയിട്ട് പോയി. അത് കഴിഞ്ഞ് പിന്നെ ഗ്രാജുവേറ്റ് ചെയ്ത് വന്ന് ഇവിടെ വർക്ക് ചെയ്യാൻ തുടങ്ങി. പിന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഡോക്ടർ എക്സ്പെർട്ടിൽ വരുന്നതും. അതിന് ശേഷമാണ് നമ്മൾക്ക് റവന്യൂ ജനറേറ്റ് ചെയ്ത് നമ്മളെ പാർട്ട്നേഴ്സും കുറേ കണക്ടിവിറ്റി ഉണ്ട്. ഇപ്പോൾ നമ്മൾ വിദേശത്ത് പഠിച്ചുകൊണ്ട് കിട്ടിയ ഏറ്റവും വലിയൊരു കാര്യമാണ്, ഒരുപാട് കണക്ടിവിറ്റി ഉണ്ട്. ഓൾ ഇന്ത്യ കണക്ടിവിറ്റി ഉണ്ട്, ഇൻ്റർനാഷണൽ പല കൺട്രീസിലും കണക്ടിവിറ്റി ഉണ്ട്. അപ്പോൾ നമ്മളെ നെറ്റ്വർക്കാണ് നമ്മളെ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ആ കണക്ടിവിറ്റീസ് ഉപയോഗിച്ചിട്ട് നമ്മൾ പിന്നെ എന്ത് ചെയ്തു, ഓരോരോ ഏരിയകളിലേക്ക് എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ ഒരു കണക്ടിവിറ്റിയുടെ കാര്യം പറഞ്ഞുകൊണ്ട് തന്നെ ഇപ്പോൾ ആസ് എ ഡോക്ടർ, അതും പുറത്ത് പഠിച്ചൊരു ഡോക്ടർ എന്നുള്ള രീതിക്ക് മാത്രം, ആ ഒരു കാരണം കൊണ്ട് മാത്രം ഓപ്പൺ ആയിട്ടുള്ള ഒരുപാട് ഡോർസ് ഉണ്ടായിരിക്കും. അതിപ്പോൾ നെറ്റ്വർക്ക്സ് ആയിക്കോട്ടെ, റെപ്യൂട്ടേഷൻ ആയിക്കോട്ടെ, റെസ്പെക്റ്റ് ആയിക്കോട്ടെ, അങ്ങനെ പല കാര്യങ്ങൾ പുറത്ത് പഠിച്ച ഡോക്ടർ എന്നുള്ള, ജസ്റ്റ് ഒരു ഡോക്ടർ എന്നുള്ളതിനേക്കാൾ ഉപരി പുറത്ത് പഠിച്ചിട്ടുള്ള ഒരു ഡോക്ടർ എന്നുള്ള രീതിക്ക് മാത്രം ഓപ്പൺ ആയിട്ടുള്ള പല ഡോർസ് ഉണ്ടായിരിക്കും. അതെന്തൊക്കെയാണെന്നുള്ളതെന്ന് പറയാമോ? ഇതിൽ 2 കേസുകളുണ്ട്.
ചില ആളുകളുടെ മുമ്പിൽ പുറത്ത് പഠിച്ച ഡോക്ടർ എന്ന് പറഞ്ഞാൽ വാല്യൂ ഇല്ലാത്ത ആളാണ്, ഇവിടെ കിട്ടാണ്ട് പോയ ആളാണല്ലോ. എൻ്റെ സിനാരിയോയിൽ ഞാനിത് ഇങ്ങനെയല്ല കാണുന്നത്. എനിക്ക് നേരെ തിരിച്ചാണ്. ചിലപ്പോൾ അവരെ കണ്ണിൽ അവരിത് ഇങ്ങനെ ആയിരിക്കും കാണുന്നുണ്ടാവുക. പക്ഷേ ഞാൻ അങ്ങനെയല്ല കാണുന്നത്. ഞാൻ ഇവിടെ പഠിച്ച MBBS ഡോക്ടേഴ്സിനെക്കാട്ടിൽ 100x എനിക്ക് എന്ത് ചെയ്യും അവരെക്കാൾ എനിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് എനിക്ക് 100% കോൺഫിഡൻ്റ് ആണ്. കാരണം വെച്ചാൽ എൻ്റെ കണക്ടിവിറ്റി അങ്ങനെ. ഇപ്പോൾ എൻ്റെ കൂടെ പഠിച്ച എൻ്റെ സെയിം ബെഞ്ചിൽ നിന്ന ആൾക്കാർ ഇവിടെ MBBS കഴിഞ്ഞ ആൾക്കാരുണ്ട്. ലൈക്ക് ഐ നോ വാട്ട് ദേ ആർ ഡൂയിങ് നൗ. അതും നമ്മളും തമ്മിലുള്ള ഡിഫറൻറ്റ് എന്ന് പറഞ്ഞാൽ അത് നമുക്കുള്ള കണക്ടിവിറ്റിയും നമുക്ക് പുറത്ത് പോയപ്പോൾ കിട്ടിയൊരു എക്സ്പോഷർ ഉണ്ട്. നമ്മളെ കാര്യങ്ങൾ സ്വന്തമായിട്ട് എങ്ങനെ ചെയ്യാം, വീട്ടിൽ നിന്ന് കിട്ടുന്ന ലിമിറ്റഡ് പൈസ ഉപയോഗിച്ചിട്ട് നമുക്ക് എങ്ങനെ ജീവിക്കാം, മണി മാനേജ്മെൻറ്റ് മുതൽ ആളുകളോടുള്ള അപ്രോച്ച് മുതൽ കമ്മ്യൂണിക്കേഷൻ. ഞാൻ ഇന്ത്യയിൽ നമ്മൾ ആ ഒരു ഏജിൽ വളരുമ്പോൾ നമുക്ക് ഒരാളോട് കിട്ടുന്ന കമ്മ്യൂണിക്കേഷൻ സ്കില്ലും ഒക്കെ ഡിഫറെൻറ്റാണ് ഇന്ത്യയിൽ നിന്ന് കിട്ടുന്നത്. അതിന് പക്ഷേ നമ്മൾ പുറത്ത് പോകുമ്പോൾ നമ്മൾ കുറച്ചുകൂടി ആളുകളെ റെസ്പെക്റ്റ് ചെയ്ത് സംസാരിക്കാനാണ് പഠിക്കുന്നത്. ഈവൻ ഞാൻ MBBS പഠിക്കുമ്പോൾ അവരെന്നെ ഡോക്ടർ എന്ന് വിളിച്ചിട്ടാണ്. ഞാൻ ഫസ്റ്റ് ഇയർ എത്തുമ്പോൾ എൻ്റെ പ്രൊഫസേഴ്സ് എന്നെ ഡോക്ടർ എന്നാണ് വിളിക്കുന്നത്. ഇവിടുത്തെ അംഗീകരിക്കാൻ പറ്റില്ല. ഇവിടുത്തെ ഒരു മെഡിക്കൽ കോളേജിൽ സ്റ്റുഡൻറ്റ് പഠിക്കുന്നുണ്ടെങ്കിൽ അവർ ഫസ്റ്റ് ഇയർ ആകുമ്പോൾ അവരെ ഡോക്ടറൊന്നും ആരും അഡ്രസ്സ് ചെയ്യില്ല. നേരെ പക്ഷേ നമുക്ക് നമ്മളെ പ്രൊഫസേഴ്സ് തന്നത്, ആ നാട്ടിലെ ആളുകൾ നമുക്ക് തന്ന ഒരു റെസ്പെക്റ്റ് ഉണ്ട്. നമ്മളിപ്പോൾ ഒരാളത്ത് സംസാരിക്കുമ്പോൾ ഈവൻ നമ്മളെക്കാൾ വലിയ നമ്മളെക്കാൾ താഴ്ന്ന ഒരാളെന്നൊക്കെ ഈവൻ ഹൈറാർക്കി ലെവലിൽ നമ്മൾ ബിസിനസ്സിൽ സംസാരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഒരു എംപ്ലോയിനോട് പോലും സംസാരിക്കുമ്പോൾ ഞാൻ പലപ്പോഴും ഗ്രൂപ്പിൽ പ്ലീസ് എന്ന് പറഞ്ഞിട്ട് ആഡ് ചെയ്യുള്ളൂ, പ്ലീസ് ഡു ഇറ്റ്. അത് നമ്മളെ നാട്ടിൽ ഉള്ള ഒരു സംഗതി. അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് കമ്മ്യൂണിക്കേഷൻ സ്കില്ലൊക്കെ ബിൽഡ് ആയതുകൊണ്ടും നമ്മളെ കണക്ടിവിറ്റിക്ക് നമുക്കത് ഉപയോഗിക്കാൻ പറ്റിയതുകൊണ്ടും ഞാൻ പുറത്ത് പോയി പഠിച്ചത് എനിക്ക് 100x നാട്ടിൽ പഠിച്ചതിനായിട്ട് എനിക്ക് ബെനിഫിറ്റ് ആയിട്ടുണ്ട്. പിന്നെ ഡോക്ടർ എന്നുള്ള ആ ഒരു ലേബലുള്ളതും എനിക്ക് ഒരുപാട് ഹെൽപ്ഫുള്ളാണ്. കാരണം ഞാനൊരു കാര്യം പറയുമ്പോൾ എന്നെ ട്രസ്റ്റ് ചെയ്യും ആൾക്കാർ. ആ ട്രസ്റ്റ് ഞാൻ നിലനിർത്തുക എന്നുള്ളതാണ്. ഒരിക്കലും അതിൽ ചീറ്റിങ് ഒരു വൺ ടൈം കഴിഞ്ഞു, പിന്നെ അതെനിക്കില്ല, ആ ക്രെഡിബിലിറ്റി നഷ്ടപ്പെട്ടു. അതുകൊണ്ട് തന്നെ ആ ഒരു ട്രസ്റ്റും കൂടി ഡോക്ടർ എന്നുള്ള ആ ഒരു ടൈറ്റിലും കൂടി ഉള്ളതുകൊണ്ട് എന്താ വെച്ചാൽ ആളുകൾ കുറച്ചുകൂടി ട്രസ്റ്റ് ചെയ്യും. പിന്നെ നമ്മൾ ഏത് സിറ്റുവേഷനിലും പോകും. അതായത് നമ്മൾ അണ്ടർ പ്രഷറിലാണ് നമ്മൾ ഇൻറ്റേൺഷിപ്പൊക്കെ പോകുന്നത്. 36 മണിക്കൂർ ഡ്യൂട്ടിയൊക്കെ ചെയ്ത് വരുന്ന ആളുകളായതുകൊണ്ട് നമുക്ക് ടൈം പ്രശ്നമില്ല. ഇപ്പോൾ ഓൾറെഡി അരീഷിനെ അറിയാം. നമ്മൾ പല മീറ്റിങ്ങുകളും ചിലപ്പോൾ 2 മണി 3 മണി വരെയൊക്കെ ആയിട്ട് നമ്മൾ പോകും. അതെന്താണ്, നമുക്കത് വിഷയമുള്ള കാര്യമല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം 24 മണിക്കൂർ തികയണില്ല. അതാണ് നമ്മളെ പ്രശ്നം. 24 മണിക്കൂർ നമുക്ക് ഒന്നിനും തികയണില്ല. നമ്മൾ അതിലേക്കാൾ സമയം ഉണ്ടാവും നോക്കണത് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട്. മാക്സിമം നോയ്സ് കട്ട് ചെയ്ത് സിഗ്നൽസ് മാത്രം എങ്ങനെ ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളൊക്കെ മെയിൻലി. അപ്പോൾ അതിൽ നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, പുറത്ത് പോയി പഠിച്ചതും ആളുകളായിട്ട് കണക്ട് ആയതൊക്കെ. ഇപ്പോൾ ഡോക്ടറിൻ്റെ നിന്ന് വീണ് കിട്ടിയിട്ടുള്ള ഒരു വേർഡായിരുന്നു ഈ നോയ്സ് സിഗ്നൽ എന്ന് പറയുന്നത്. അതെന്താണെന്ന് ആക്ച്വലി ഇപ്പോൾ പല ആളുകൾക്കും അറിയില്ല. പല ആളുകളും ഡിസ്ട്രാക്റ്റഡ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ് ഈ ഒരു മൊത്തം ലോകത്തും. കാരണം അറ്റൻഷനാണ് ഇപ്പോഴത്തെ മണി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വേൾഡിൽ ആ നോയ്സ് എന്ന് പറയുന്നതും ആ വൈബ്രേഷൻ എന്ന് പറയുന്നതും എന്താണെന്ന് ഡോക്ടർ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. നോയ്സ് വേഴ്സസ് സിഗ്നൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സിഗ്നൽ ഉള്ള ഒരാൾ പിന്നെ ആരെയും പറയുകയാണെങ്കിൽ ഇലോൺ മസ്ക് ആണ് നമുക്ക് എക്സാമ്പിളായിട്ട് പറയാനുള്ളത്. കാരണം അയാൾ അത് അച്ചീവ് ചെയ്ത് കഴിഞ്ഞു. ഓൾറെഡി ഇപ്പോൾ 1 ട്രില്യൺ അടിച്ച വേൾഡിൽ ആദ്യത്തെ ആളാണ്. നോയ്സ് വേഴ്സസ് സിഗ്നൽ എന്ന് പറഞ്ഞാൽ നമുക്കൊരു കാര്യം ചെയ്യണം, അത് നമ്മൾ അതിലേക്കായിരിക്കും ഫുൾ കോൺസെൻട്രേറ്റഡ് ആവുക. വേറെ കുറേ ഡിസ്ട്രാക്ഷൻസ് നമുക്ക് വരും. ചിലപ്പോൾ ഫാമിലി ഡിസ്ട്രാക്ഷൻ ആവാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സ്ട്രഗിള്, മെൻ്റൽ പ്രശ്നങ്ങൾ നമുക്ക് ഡിസ്ട്രാക്ഷൻ വരാൻ ചാൻസ് ഉണ്ട്, നമ്മളെ സർക്കിൾ നമുക്ക് ഡിസ്ട്രാക്ഷൻ വരാൻ ചാൻസ് ഉണ്ട്, നമ്മുടെ ടീം ഡിസ്ട്രാക്ഷൻ വരാൻ ചാൻസ് ഉണ്ട്, ഈവൻ നമ്മളെ കോർ ടീം, നമ്മളെ എംപ്ലോയീസ് ഒക്കെ ഡിസ്ട്രാക്ഷൻ വരാൻ ചാൻസ് ഉണ്ട്. ഇതൊന്നും ഇല്ലാണ്ട് നമ്മളൊരു 100% ഒരു കാര്യം ഇന്ന ഡേറ്റിന്, അതായത് ഇന്ന സമയത്ത് ഡെലിവർ ചെയ്യണം എന്ന് പറയുന്നതിൽ 98% നമുക്ക് അക്യുറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, ആ അക്യുറൻസി കീപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം നമുക്ക് നമ്മുടെ നോയ്സ് തന്നെ 2% ഉള്ളൂ. കാരണം നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മൾ വിചാരിച്ച പോലെ ടൈമിന് നടക്കുന്നുണ്ട്. അതാണ് സിമ്പിളായിട്ട് നോയ്സ് വേഴ്സസ് സിഗ്നൽ എന്താണെന്ന് പറയുകയാണെങ്കിൽ സിമ്പിളായിട്ട് പറയാനുള്ള കാര്യം. ഈ നോയ്സസ് കട്ട് ചെയ്യാനായിട്ട് ഡോക്ടർ എങ്ങനെയാണ് കൂടുതൽ അതിലേക്ക് എങ്ങനെയാണ് പോകുന്നത്? ടൈം എടുക്കും. നോയ്സ് കട്ട് ചെയ്യാൻ ടൈം എടുക്കും. കാരണം നമ്മൾ പേഴ്സണലി കട്ട് ചെയ്യാൻ പറ്റും, പക്ഷെ നമ്മളെ കോർ ടീം അല്ലെങ്കിൽ നമ്മളെ ബാക്കിയുള്ള ഏരിയകളിൽ കട്ട് ചെയ്യാൻ നമ്മളത് മനസ്സിലാക്കാൻ സമയം എടുക്കും. എവിടെയാണ് നോയ്സ് വരുന്നത്, നോയ്സ് നമ്മൾ കട്ട് ചെയ്തുകൊണ്ടിരിക്കണം. നോയ്സ് കട്ട് ചെയ്ത് കഴിയുമ്പോഴാണ് അവിടെ പ്രോപ്പർ സിഗ്നൽ കയറി വരുള്ളൂ. മനസ്സിലായി? നമ്മളിപ്പോൾ ഒരു ഇന്ന സമയത്തൊരു സാധനം നമ്മൾ ചെയ്യാൻ വിചാരിച്ചു കഴിഞ്ഞാൽ അവിടെ എവിടെ നോയ്സ് എന്നുള്ളത് നമ്മൾ പ്രോപ്പറായിട്ട് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അത് കട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷെ അതിന് ടൈം എടുക്കും. ഇപ്പോൾ ഇലോൺ മസ്ക് എന്നുള്ള ഒരാൾ ശരിക്കും ഒരു ദിവസം കൊണ്ടൊന്നും ആയിരിക്കില്ല അയാളുടെ ടീം ബിൽഡ് ചെയ്തിട്ടുണ്ടാവുക. പക്ഷേ അയാൾ ടീമിന് അയാൾ ചെയ്ത കാര്യമുണ്ട്. 20 വർഷം കൂടെ നിന്ന് ടീമിന് അയാൾ സ്റ്റേക്ക് കൊടുത്തു. 20 വർഷം മുമ്പ് ഇലോൺ മസ്ക് ആവുന്ന ഈ 20 കൊല്ലം മുമ്പ് ഇവർക്ക് ആർക്കെങ്കിലും വിശ്വാസം ഉണ്ടാവും? അയാൾ 1 ട്രില്യൺ അടിക്കും. ഇപ്പോൾ പറയാണ് എൻ്റെ കൂടെ 20 കൊല്ലം നിൽക്കാൻ സ്റ്റേക്ക് തരാന്ന് വെച്ചാൽ എത്ര ആൾക്കാർ വിസ ടിക്കറ്റ് എടുത്ത് പോകില്ലേ? 20 കൊല്ലം മുമ്പ് ഇലോൺ മസ്ക് എന്ത് ചെയ്യുന്നു, അന്ന് അയാൾ കൂടെ ഇന്ന് വരെ നിന്ന ആൾക്കാർക്ക് അയാൾ സ്റ്റേക്ക് കൊടുത്ത്. അപ്പോൾ അത് അയാളിലുള്ളൊരു ട്രസ്റ്റ് ഉണ്ട് ആ ടീമിന്. ആ വിഷനിൽ വിശ്വസിച്ച ടീം അയാളെ പോലെ തന്നെ നോയ്സ് മാത്രം ഇല്ലാണ്ട് വെറും സിഗ്നലിൽ മാത്രം ഫോക്കസ് ചെയ്ത് നിന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ ആ കോർ ടീമിനാണ് ശരിക്കും എന്തുള്ളത്,
അതിൻ്റെ ക്രെഡിറ്റ് നമുക്ക് കൊടുക്കാൻ പറ്റും. ഞാൻ എപ്പോഴും വിശ്വസിക്കുന്ന ഒരു കാര്യമാണ്, നമ്മളെപ്പോഴും ഗ്രോ ആവോ ഇല്ല എന്നുള്ളത് നമ്മളൊരു ആവറേജ് സർക്കിൾ എടുത്താൽ മനസ്സിലാവും എന്നുള്ളതാണ്. നമ്മുടെ കൂടെയുള്ള ടോപ്പ് 5 ആളുകളെ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ആവറേജ് ആയിരിക്കും നമ്മളെന്ന് പറയുന്നത്. അപ്പോൾ ഡോക്ടർക്ക് ആ ഒരു കാര്യത്തിൽ എങ്ങനെയാണ്? അതായത് നമ്മളെ ലൈഫിൽ നമ്മൾ ആരെ കൂടെ നടക്കണം അയാൾ 60% നമുക്ക് കിട്ടുന്ന ഈ പുകവലിൻ്റെ കാര്യമൊക്കെ പറയുന്നത് ഞാൻ വലിച്ചു കഴിഞ്ഞാൽ 60% എനിക്കാണെന്നുള്ളത് അതേപോലെ തന്നെയാണ് ശരിക്കും നമ്മളെ സർക്കിൾ എന്ന് പറയുന്നത്. ചില സർക്കിളുകൾ നമ്മൾ കട്ട് ചെയ്യേണ്ടി വരും. അല്ല, കാരണം ചില ആൾക്കാരുണ്ട്, ഇപ്പോൾ നമ്മൾ ചില സ്ഥലത്ത് പോകുമ്പോൾ നമ്മളെ കുത്തി ചോദ്യങ്ങൾ ചോദിക്കും. ഇപ്പം എന്താ ചെയ്യണത്, അതെന്താണ്, അവിടെ എന്താണ്. ചില ആൾക്കാർ ചോദിക്കും ഇപ്രാവശ്യം എത്ര കുട്ടികളുണ്ട് അബ്രോഡ് പോകാൻ. ഞാൻ ഇതിനൊന്നും ഉത്തരം കൊടുക്കാറില്ല. അപ്പം എനിക്ക് അങ്ങനത്തെ ആൾക്കാരെ മൈൻഡ് സെറ്റ് എനിക്ക് ഇഷ്ടമല്ല. അങ്ങനത്തെ പേഴ്സണൽ അല്ലെങ്കിൽ നമ്മളെ ബിസിനസ് അങ്ങനത്തെ കാര്യങ്ങൾ ചോദിക്കണം എനിക്ക് തീരെ താല്പര്യമില്ല. നേരെ മറിച്ച് നമ്മളൊരു സർക്കിൾ എന്ന് പറഞ്ഞാൽ ഫുള്ള് മൈൻഡ് സെറ്റ് ഗ്രോത്തിലേക്കുള്ള മൈൻഡ് സെറ്റുള്ള അവർക്ക് ടൈം പ്രശ്നമില്ല, അവർക്ക് വേറെ എന്തെങ്കിലും ഡിസ്ട്രാക്ഷൻസ് അവർക്കുണ്ടാവും. അതെല്ലാവരും മൈൻഡ് സെറ്റ് ഒരേപോലെ സംതിങ് നമുക്ക് അച്ചീവ് ചെയ്യണം എന്നുള്ളതായിരിക്കും. അങ്ങനത്തെ ഒരു സർക്കിളിൽ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്തായിരിക്കും, നമുക്ക് വേറെ ഡിസ്ട്രാക്ഷൻസ് ഇല്ലല്ലോ. കാരണം എല്ലാവരും ഒരേ സിഗ്നൽ വേയിൽ പോകുന്ന ആൾക്കാരാണ്. അതിൽ ചാരി ഇന്ന് കൊടുത്താൽ തന്നെ എന്ത് ചെയ്യും, എവിടെയെങ്കിലുമൊക്കെ നിർത്തും. നമ്മൾ ഒഴുകണ വെള്ളം നല്ല സ്ഥലത്തേക്ക് ഒഴുകി പോകുന്ന ഒരു വെള്ളം ഉണ്ടെങ്കിൽ അതിൽ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് കൊടുത്താൽ എത്തുമല്ലോ. അപ്പോൾ ആ കറക്റ്റ് ഒഴുകണ വെള്ളം കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. നമ്മളെ മൈൻഡ് സെറ്റുള്ള ആൾക്കാർ, ഗ്രോത്ത് മൈൻഡ് സെറ്റുള്ള ആൾക്കാർ ആ സർക്കിളിൽ കയറുക, അതിൽ ചാരി നിന്ന് കൊടുക്കുക, അത് ചെയ്താൽ മതി. പക്ഷെ ആ സർക്കിൾക്ക് നമ്മൾ കയറണം എന്നുണ്ടെങ്കിൽ നമുക്ക് ക്വാളിറ്റി വേണം കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ പല ആൾക്കാരും ഒഴിവാക്കണ പോലെ അവർ നമ്മൾ ഒഴിവാക്കും. എക്സാക്ട്ലി. അപ്പോൾ നമ്മൾ ആ ഒരു ക്വാളിറ്റി ഉള്ള സർക്കിളിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ക്വാളിറ്റി ഉള്ള പേഴ്സണായി മാറണം. എക്സാക്ട്ലി. ഇപ്പോൾ ഈ ഒരു നോയ്സസ് കട്ട് ചെയ്യുന്ന കാര്യം ഡോക്ടർ പറഞ്ഞ പോലെ അതിൽ ഡോക്ടർ ഏറ്റവും കൂടുതൽ കട്ട് ചെയ്തിട്ടുള്ള ഒരു നോയ്സ് എന്താണെന്ന് എനിക്ക് ഗസ് ചെയ്യാം. അതായത് ഡോക്ടർ എന്നുള്ള പ്രൊഫഷനിൽ നിന്ന് ഓൺട്രപ്രണർ എന്നുള്ള രീതിയിലേക്ക് സ്വിച്ച് ആകുമ്പോൾ ആ നോയ്സ് കട്ട് ചെയ്യാൻ നല്ല എഫേർട്ട് എടുത്തിട്ടുണ്ടായിരിക്കും. ആ ഒരു ജേണി എങ്ങനെയായിരുന്നു? സ്വാഭാവികമാണ്. കാരണം നമുക്ക് വീട്ടിൽ നിന്ന് അത്ര ക്വസ്റ്റ്യൻസ് വന്നിട്ടില്ലെങ്കിൽ നമ്മളെ ചിലപ്പോൾ നമുക്ക് കൂടുതൽ നമ്മളെ വൈഫിൻ്റെ ഫാമിലിയിൽ നിന്നാവും വരിക. എന്താ നമ്മളെ കല്യാണം കഴിപ്പിച്ചെന്നത് ഡോക്ടറാണിട്ടല്ലേ ആണല്ലോ. പിന്നെ ആ പണിക്ക് പോകാതാവുമ്പോൾ സ്വാഭാവികമായിട്ടും ചോദിക്കും. അങ്ങനെ പ്രശ്നമൊന്നുമില്ല, ക്വസ്റ്റ്യൻസ് വരുമല്ലോ. എന്താണ് ഈ ജോലിക്ക് പോകാത്തത്, എനിക്ക് ഇപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം വരുന്ന സമയത്ത് നമ്മൾ ഡൗൺ ആയിക്കുമ്പോൾ എന്തിനാ എത്ര കഷ്ടപ്പെടുന്നത്, ആ ഡോക്ടറായിട്ട് വർക്ക് ചെയ്താൽ പോരെ, ഈ ചോദ്യങ്ങൾ ശരിക്കും വരും. അത് സ്വാഭാവികമാണ്, അതെല്ലാവർക്കും ഉണ്ടാവും. പക്ഷേ നമ്മളെ ലൈഫിൽ നമുക്ക് പറ്റൂല എന്ന് തോന്നുന്ന ഒരു സാധനത്തിൽ നിന്ന് സ്വിച്ച് ചെയ്യുന്ന ആൾക്കാരെ എല്ലാവരും സക്സസ് ആയിട്ടുള്ളൂ. ആരെ ലൈഫ് എടുത്ത് നോക്കിക്കോ, ഏത് ഓൺട്രപ്രണർ എത്ര സെറ്റായ ഒരാളും അവരുടെ പ്രൊഫഷൻ വേറെ ആയിരിക്കും. പക്ഷെ ഡോക്ടേഴ്സ് ആകുമ്പോൾ എന്നാലും ആൾക്കാർക്ക് ഒരു പറച്ചില്ല, എന്നാലും എനിക്ക് വർക്ക് ചെയ്തൂടെ എന്നുള്ള ആ ഒരു ചോദ്യം ശരിക്കും ഡോക്ടേഴ്സ് ആകുമ്പോൾ ഒന്നുകൂടെ ചോദിക്കും. ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരുപാട് മറ്റേ ഫ്രാഞ്ചൈസികൾ അനൗൺസ് ചെയ്ത ഒരുപാട് ഫുഡ് ചെയിൻസ് ഉണ്ട്. അതിലൊക്കെ ബിടെക് കഴിഞ്ഞ ആൾക്കാരൊക്കെ, അതൊന്നും ആർക്കും പ്രശ്നമില്ല. ഡോക്ടേഴ്സ് ആകുമ്പോഴാണ് ആ ചോദ്യം കൂടുതൽ വരുന്നത്. ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം. പിന്നെ അതുപോലെ തന്നെ പുറത്ത് പോയി MBBS പഠിക്കുക എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ നാട്ടിലുള്ള ഒരു ക്ലീശേ ടോക്കാണ്, ഇവിടെ ക്വാളിറ്റി ഇല്ലാത്തതുകൊണ്ടാണ് അവിടെ പോയി പഠിക്കുന്നത്, ഇവിടെ കിട്ടാത്തതുകൊണ്ടാണ് അവിടെ പോയി പഠിക്കുന്നത്. പക്ഷെ ഇതിൽ ഞാൻ നോക്കി കാണുന്ന സമയത്ത് ഇവിടെയുള്ള ഏറ്റവും വലിയ പ്രമുഖരായിട്ടുള്ള ആളുകളൊക്കെ അവർക്കൊരു ട്രീറ്റ്മെൻറ്റ് വേണമെന്നുണ്ടെങ്കിൽ അവർ പുറത്താ പോവുക. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്താ അവിടെ ക്വാളിറ്റി ഉണ്ടായതുകൊണ്ടാണ്. പിന്നെ അതുപോലെ തന്നെ ഇവിടത്തേക്കാൾ കൂടുതൽ റാങ്കിങ് ഉള്ള യൂണിവേഴ്സിറ്റീസ് പുറത്തുണ്ട്. അപ്പോൾ അതൊന്നും ആളുകൾക്ക് അവെയർ അല്ല. അപ്പോൾ ഡോക്ടർ പുറത്ത് പോയി പഠിക്കുക എന്ന് പറയുന്ന സമയത്ത് ആ കാലത്ത് മേ ബി ഇത്ര സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലാത്തതുകൊണ്ട് അത്ര നോയ്സസ് കേട്ടിട്ടുണ്ടായിരിക്കില്ല. പക്ഷെ ഇപ്പോഴും ആ ഒരു ടോക്ക് നടക്കുന്നതുകൊണ്ട് അവരോടൊക്കെ എന്താ ഡോക്ടർക്ക് പറയാനുള്ളത്? എല്ലാത്തിനും രണ്ട് സൈഡ് ഉണ്ട് എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് ആളുകൾ പുറത്ത് MBBS പോകാനുള്ള കാരണം ഇവിടെ ലിമിറ്റഡ് സീറ്റ് ആയതുകൊണ്ട് മെയിൻലി ഉള്ളൊരു റീസൺ അതാണ്. ഇപ്പോൾ ഇന്ത്യയിൽ ഇപ്പം ബിടെക്കിൻ്റെ പോലെ MBBS സീറ്റുകൾ ഉണ്ടെങ്കിൽ ഇവിടെ നിന്നാലും പുറത്തേക്ക് പോയിക്കൊള്ളുന്നില്ല, അത്രത്തോളം പോകില്ല. മെയിൻ കാരണം ഇവിടെ സീറ്റ് ലിമിറ്റേഷനാണ്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം നല്ല യൂണിവേഴ്സിറ്റികളിൽ പഠിക്കണം എന്നുണ്ടാവും. അപ്പോൾ ഞാൻ അബ്രോഡ് പോകണ എല്ലാ യൂണിവേഴ്സിറ്റികളും ഭയങ്കര മികച്ചതാണെന്നൊന്നും ഞാൻ പറയൂല. ഞാൻ അങ്ങനെ ഒരിക്കലും ഞാൻ പാരൻസിൻ്റെ അടുത്ത് പോലും പറയില്ല അഡ്മിഷൻ എടുക്കുമ്പോൾ. നേരെ മറിച്ച് അബ്രോഡിൽ ഏറ്റവും ബെസ്റ്റ് യൂണിവേഴ്സിറ്റികൾ ഉണ്ട്, ഇന്ത്യനേക്കാളും ബെസ്റ്റ്. ഈവൻ നമ്മളെ ഓഫീസിൽ നിന്ന് നമ്മളെ ഡോക്ടർ എക്സ്പേർട്ട് ത്രൂ പോലും ബെസ്റ്റ് യൂണിവേഴ്സിറ്റിക്ക് ആൾക്കാർ പോകുന്നുണ്ട്. അപ്പോൾ അതിലിപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ ഈജിപ്തിലെ കൈറോ യൂണിവേഴ്സിറ്റി ഒക്കെ പറയാം, നമ്മൾ എയിംസിനെക്കാട്ടിലും റാങ്കിങ്ങാണ്, 164 റാങ്കാണ്, എയിംസിന് 900 സംതിങ് ആണുള്ളത്. അപ്പോൾ അങ്ങനത്തെ യൂണിവേഴ്സിറ്റികളുണ്ട്. പക്ഷേ നമ്മുടെ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം എല്ലാം ഒറ്റ സമാവർന്ന് ചായ വരുന്ന പോലെയാണ്, മനസ്സിലായോ? അതായത് എല്ലാം ഇക്കൂടെ വരുന്നതുകൊണ്ട് ഇതെല്ലാം അങ്ങനെയാണ്, അബ്രോഡ് എല്ലാം മോശമാണ്, ആ ഒരു സെറ്റപ്പാണ്. ശരിക്കും അങ്ങനെയല്ല, എല്ലാത്തിനും രണ്ട് വേർഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ ചൂസ് ചെയ്യുമ്പോൾ കറക്റ്റ് റാങ്കിങ് ഉള്ള ബെസ്റ്റ് പബ്ലിക് യൂണിവേഴ്സിറ്റികൾ ഏതാണെന്നുള്ളത് ചൂസ് ചെയ്യാന്നുള്ള. അത് നിങ്ങൾ നല്ലൊരു മെൻറ്റേഴ്സിനെ, നല്ലൊരു എഡ്യൂക്കേഷൻ കൺസൾട്ടൻസിനെ ചൂസ് ചെയ്യുമ്പോൾ ഇവരിത് പറഞ്ഞു തരുള്ളൂ. അല്ലാതെ യെസ് ഡെഫിനറ്റ്ലി, കാരണം അല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കത് ബിസിനസ് മാത്രമേ ആയിരിക്കും. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഡെഫിനറ്റ്ലി നമ്മൾ റൺ ചെയ്ത് പോകണമെങ്കിൽ അതിൽ റവന്യൂ വരണം. പക്ഷെ എന്നാൽ പോലും നമ്മൾ 98% നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് വാല്യൂവിനാണ്. അവർ കൊടുക്കുന്ന പൈസക്ക് അവർക്ക് വാല്യൂ കിട്ടണം എന്നുള്ളതാണ് നമ്മൾ 98% ഫോക്കസ്. അതുകൊണ്ടാണ് ഞാൻ 2% നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ചിലപ്പോൾ അവർ പറയും എനിക്കത് മതിയെന്ന്,
അങ്ങനത്തെ കേസുകൾ നമ്മൾ വിട്ടുകളയാം. നമ്മൾ പറഞ്ഞിടത്ത് നിൽക്കുന്ന കേസ് 90% നമ്മൾ വാല്യൂവിനാണ് ഫോക്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ വാല്യൂ ഉള്ള യൂണിവേഴ്സിറ്റികളെ നമ്മൾ സജസ്റ്റ് ചെയ്ത് കൊടുക്കാറുള്ളൂ. എഡ്യൂക്കേഷൻ ബിസിനസ് നമ്മൾ വാല്യൂ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അതൊരു സ്കാം ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഞാൻ ഇപ്പോൾ ഡോക്ടർ മുമ്പ് മെൻഷൻ ചെയ്തല്ലോ, ഞാൻ ഏറ്റവും യൂത്ത് ആയിട്ടുള്ള പിള്ളേർക്ക് അടുത്തൊരു സ്റ്റെപ്പാണ് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ അതിൽ നമ്മൾ റൈറ്റ് ഓപ്ഷൻ പറഞ്ഞു കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അതൊരു സ്കാമായി മാറുകയാണല്ലോ. ഡെഫിനറ്റ്ലി. ഇപ്പം ഞാൻ പലപ്പോഴും ഇപ്പോൾ റീസെൻ്റ്ലി നോക്കുമ്പോൾ ഇവിടുത്തെ ഏറ്റവും കോമ്പറ്റീറ്റീവ് എക്സാം ആയിട്ടുള്ള നീറ്റ് എക്സാമിലേക്ക് കോർപ്പറേറ്റുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ ഇന്നലെയും കൂടി എൻ്റെ കോർ ടീമിൽ ഞാൻ ഒരാളായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. മാർക്കറ്റ് ചേഞ്ച് ആവുകയാണല്ലോ. ഒരു കോർപ്പറേറ്റ് സ്ഥാപനം തകരുമ്പോഴേക്കും അടുത്തൊരു കോർപ്പറേറ്റ് സ്ഥാപനം ഉദിച്ചു വരികയാണ്. പണ്ട് ഞാൻ കളിക്കാരൊക്കെ പർച്ചേസ് ചെയ്യണ കണ്ടിട്ടുണ്ട്, അതേപോലെ ടീച്ചേഴ്സിനെ പർച്ചേസ് ചെയ്യാണ്. ആ ഒരു ട്രെൻഡ് മാറിയല്ലോ. ഇവിടെ റവന്യൂ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാന്നുള്ള മാത്രമാണ് മൈൻഡ് സെറ്റ് ശരിക്കുള്ളത്. റവന്യൂ വരണം, പക്ഷെ അവിടെ വാല്യൂ, അത് ടീച്ചേഴ്സിന് പോലും ആ ഒരു ടീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ശരിക്കും എല്ലാവരും ഗുരുനാഥന്മാർ എന്ന് പറയുന്നത് അത്ര റെസ്പെക്റ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. ഈ ഒമാനിലെ കിങ്ങിൻ്റെ ഒരു കഥ ഉണ്ട്. അതായത് ഒമാനിൻ്റെ പ്രോട്ടോകോൾ പ്രകാരം ഏത് വിദേശ രാജ്യത്തെ പ്രധാനമന്ത്രി ആര് വന്നാലും ഒരു എയർപോർട്ടിലൊന്നും പോകില്ല, ഉള്ളിൽ കയറ്റില്ല എന്നുള്ളൊരു സാധനമുണ്ട്. പക്ഷേ ഒമാനിലെ കിങ് ഒരു പ്രാവശ്യമാണ് ഒരാളെ പോയിട്ട് എയർപോർട്ടിൽ പിക്ക് ചെയ്ത് വന്ന്, അതായത് നേരെ വിമാനത്തിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഇറക്കിക്കൊണ്ടുവന്ന ഒരേ ഒരാളുള്ളൂ. അത് ഇന്ത്യൻ്റെ രാഷ്ട്രപതിനായിരുന്നു. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഈ കിങ്ങിൻ്റെ ടീച്ചറായിരുന്നു ആള് ഇന്ത്യൻ്റെ ആ രാഷ്ട്രപതി എന്നാണ് പേര്, എനിക്ക് പെട്ടെന്ന് വരുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞത് ടീച്ചേഴ്സിന് അത്രയും വാല്യൂ ഉണ്ട്. പക്ഷേ ഇന്ന് എന്താണ്, ടീച്ചേഴ്സ് പൈസ കിട്ടിയാൽ പൈസ മാത്രം നോക്കി പോവാണ്. അതിന്ന് എഡ്യൂക്കേഷൻ്റെ രീതിയിൽ അത് മാറണം എന്നാണ്. കാരണം അവർക്ക് റവന്യൂ വരണം, ടീച്ചേഴ്സ് നല്ല സാലറി വാങ്ങണം എന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ വെറും ഈ പർച്ചേസ് ചെയ്യുമ്പോൾ അങ്ങോട്ടും പോകാനുള്ള ആൾക്കാരല്ലല്ലോ ശരിക്കും ടീച്ചേഴ്സ്. ആ ഒരു ട്രെൻഡ് ശരിക്കും മാറണം. അവിടെ നല്ലൊരു സ്കാം നടക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കണത്. അതുകൊണ്ടാണ് വലിയ വലിയ ഇങ്ങനത്തെ ടീമുകൾ 2 years ഒന്നും മുന്നോട്ട് പോകാത്ത. 2 years 3 years കഴിയുമ്പോഴത്തേനും പൊട്ടും. അതിന് കാരണം ഇതാണ്, ഊതി വീർപ്പിക്കുകയാണ്. അതില്ല, നമ്മൾ കറക്റ്റ് ജെന്യൂനായിട്ട് മുന്നോട്ട് പോകാന്നാണ്. കാരണം അങ്ങനെ പോണ കുറേ ആൾക്കാർ ഇപ്പോഴും ഉണ്ടല്ലോ, സ്റ്റേബിളായിട്ട് പോണ എത്ര കോച്ചിങ് സെൻറ്റേഴ്സ് നാട്ടിലുണ്ട്. അപ്പോൾ ആ ഒരു ട്രെൻഡിലേക്ക് വരിക എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അപ്പം എഡ്യൂക്കേഷനിൽ ഒരുപാട് സ്കാമുണ്ട്. അത് മനസ്സിലാക്കാനുള്ള കാരണം ഒറ്റ കാര്യം നോക്കിയാൽ മതി, പെട്ടെന്ന് അങ്ങോട്ട് പോങ്ങി തന്നെ അത് ടീമുണ്ടോ മനസ്സിലായിപ്പോൾ. എസ്പെഷ്യലി ഇപ്പോൾ ഈ ഒരു നീറ്റ് എന്ന് പറയുന്നതിൽ റിപ്പീറ്റിംഗ് ടെൻഡൻസി ഒരു ട്രെൻഡായി ക്രിയേറ്റ് ചെയ്തിട്ട് പുറത്തു പോയാൽ വാല്യൂ ഇല്ലെന്നും ഇവിടെ നമ്മൾ നീറ്റ് ചെയ്ത് നിങ്ങൾ എഗെയിൻ ഒരു തവണയും കൂടി റിപ്പീറ്റ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്നുള്ളൊരു ഒരു അൺനെസസറി ഹോപ്പ് കൊടുത്ത് അവർ എഗെയിൻ ഇവിടെ നിർത്തുന്നതിലും ഇങ്ങനത്തെ ഈ പല ഇൻസ്റ്റിറ്റ്യൂട്ട്സിൻ്റെ ഒരു സ്ട്രാറ്റജി ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. ഡെഫിനറ്റ്ലി. ഇപ്പോൾ ഞാൻ റീസെൻ്റ്ലി ഒരു സൈക്കാട്രിസ്റ്റിൻ്റെ പോസ്റ്റ് ഞാൻ കണ്ടിരുന്നത്. നീറ്റ് ക്യാൻസലാക്കിയ ഒരു സമയത്ത് 2 കുട്ടികൾ മെഡിസിൻ എടുത്തുകൊണ്ടിരിക്കുകയാണ്, ഡിപ്രഷൻ ആൻസൈറ്റിക്കുള്ള മെഡിസിൻ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അവർ ഓൾറെഡി എടുക്കുന്നുണ്ടായിരുന്നു കോച്ചിങ്ങിൻ്റെ സമയത്ത്. ക്യാൻസലാകിയതോടുകൂടി ഒരു കുട്ടി ഹോസ്പിറ്റലൈസ്ഡായി, അടുത്ത കുട്ടി ട്രീറ്റ്മെൻറ്റിന് രണ്ടാമത് മരുന്നും കാര്യങ്ങളും കുറച്ചുകൂടി മാറ്റി ഇൻക്രീസ് ചെയ്തു എന്നുള്ളൊരു പോസ്റ്റ് ഞാൻ ഫേസ്ബുക്കിൽ വായിച്ചാണ്. കോട്ടക്കലുള്ളൊരു ഡോക്ടറാണ്. അപ്പോൾ ഇതാണ് ശരിക്ക് കുട്ടികളുടെ ഒരു മാനസികാവസ്ഥ എന്ന് പറയുന്നത്. ഇതെന്തുകൊണ്ടാണ് വരുന്നതെന്നറിയോ? ഇവരുടെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്ന ഇഞ്ചക്ട് ചെയ്യുന്ന ഒരേ ഒരു കാര്യം, നിങ്ങൾക്ക് ഇന്ത്യയിൽ MBBS മാത്രമേ ഉള്ളൂ, ഇതെല്ലാം അതൊക്കെ ഫേക്കാണ്, ഒക്കെ വാല്യൂ ഇല്ല. ഈ സാധനം വരെ മൈൻഡിൽ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്ന കാര്യം. ഇതിൻ്റെ ബേസിലാണ് ഈ കുട്ടികൾ ഇങ്ങനെയാണ്. ഞാൻ ഇനി ഒരു കാര്യം പറഞ്ഞു. ഇപ്പോൾ നമ്മളെ ഒരു റിയൽ എസ്റ്റേറ്റ് അല്ലെങ്കിൽ ഡെവലപ്പിംഗ് കമ്പനി ആയിട്ടുള്ള ബിയാച്ചി എന്ന് പറഞ്ഞിട്ടൊരു അവിടെ ഒരു വർക്ക് ചെയ്യുന്ന ഒരു കുട്ടിയുണ്ട്. ഇപ്പോൾ ഇന്റീരിയർ ഡിസൈനറാണ് ആൾ. 4 വർഷം നീറ്റ് റിപ്പീറ്റ് ചെയ്തതാണ്. 4 വർഷം നീറ്റ് റിപ്പീറ്റ് ചെയ്തിട്ട് പിന്നെ സ്വിച്ച് ചെയ്തു ഇതിലേക്ക്, ഇൻറ്റീരിയർ ഡിസൈനിങ്ങിലേക്ക്. യാതൊരു റിലേഷനും ഇല്ലാത്ത കാര്യമാണ്. അവരുടെ സാഹചര്യങ്ങളാണ്. പക്ഷെ അവരുടെ അടുത്ത് ചോദിച്ചപ്പോൾ അവരും പറഞ്ഞത് ഞങ്ങളുടെ അടുത്ത് വാല്യൂ ഇല്ല എന്ന് പറഞ്ഞു. എൻ്റെ അടുത്ത് ഡോക്ടർ എക്സ്പേർട്ടിൽ കഴിഞ്ഞ സെപ്റ്റംബറിൽ ഒരു കുട്ടി വന്നിട്ടുണ്ടായിരുന്നു ഈ പറഞ്ഞ പോലെ. അപ്പോൾ ആ കുട്ടീൻ്റെ പാരൻസിന് എങ്ങനെയെങ്കിലും പറഞ്ഞേക്കണം. കാരണം വെച്ചാൽ കുട്ടി മാനസികമായിട്ട് ഡൗൺ ആണ്. അത് എനിക്ക് അപ്പം തന്നെ മനസ്സിലായി. കാരണം ഞാൻ ഡോക്ടർ കൂടിയാണല്ലോ. അപ്പോൾ തന്നെ എൻ്റെ ടീമും പറഞ്ഞു, ഡോക്ടർ ഇത് എഴുതി വാങ്ങിയിട്ടൊക്കെ വിട്ടാൽ മതി, കാരണം പക്ഷേ കുട്ടീൻ്റെ ഇഷ്ടപ്രകാരമല്ല, കാരണം കുട്ടി അത്രയും ഡൗണാണ്. അപ്പോൾ ആ കുട്ടി ഞാൻ കുട്ടിയോട് ചോദിച്ചാൽ എന്താ പ്രശ്നം എന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞത്, ഇനിയിപ്പോൾ നാട്ടുകാരോട് ഞാൻ എന്താ പറയുക, ഞാൻ 4-5 വർഷമായിട്ട് റിപ്പീറ്റ് ചെയ്യാണ്, എനിക്കിവിടെ കിട്ടിയിട്ടില്ലെങ്കിൽ നാട്ടുകാരോട് എന്ത് പറയുന്നത്. ആ കുട്ടി എന്നിട്ട് വീണ്ടും പോയി റിപ്പീറ്റ് ചെയ്തിട്ടോ. ഇപ്പോൾ നീറ്റ് ക്യാൻസലായി. എന്താ അവസ്ഥ എന്ന് എനിക്കറിയില്ല. ഈ ഒരു സെയിം ഇൻസിഡൻറ്റ് എൻ്റെ ഒരു ഫ്രണ്ടിന് ഉണ്ടായിട്ടുണ്ട്. അതായത് ഞങ്ങൾ 12th കഴിഞ്ഞിട്ട് ബയോളജിയിൽ ഉണ്ടായിരുന്ന ഒരു ഫ്രണ്ട്, ആൾ 3 വർഷം റിപ്പീറ്റ് ചെയ്തു. 3ാമത്തെ വർഷം ആൾ ജനറൽ കാറ്റഗറി ആയിരുന്നു. അപ്പോൾ 510 515 ഒന്നും ഒരു സ്കോർ അല്ലല്ലോ അവരെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അവർക്ക് കിട്ടുന്നില്ല. അപ്പോൾ ആ കുട്ടി ആകെ ഡൗൺ ആയി. പിന്നെ അവരുടെ പാരൻസ് പറഞ്ഞു, എങ്ങനെയെങ്കിലും ലോൺ എടുത്താണെങ്കിലും നിന്നെ പുറത്ത് പോയി പഠിപ്പിക്കാം, നീ MBBS പുറത്ത് പോയി പഠിച്ചോ എന്നുള്ള രീതിയിൽ സംസാരിച്ചു. പക്ഷേ അവൾ പറയുന്നത് പുറത്ത് പോയാൽ വാല്യൂ ഇല്ല, എന്നിട്ട് ഞാൻ ഇവിടെ എന്തെങ്കിലും പഠിക്കാമെന്ന് പറഞ്ഞിട്ട് അവസാനം ഇവിടെ എന്ത് ചെയ്തു, BSc നഴ്സിങ്ങിന് ജോയിൻ ചെയ്തു. അപ്പോൾ പുറത്ത് ഒരു വാല്യൂ ഇല്ല എന്നുള്ളതാണ്. ആൾ മുമ്പ് 3 വർഷം ഒരു സെയിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെയാണ് പഠിച്ച് റിപ്പീറ്റ് ചെയ്ത്. ആ 3 വർഷവും ഇവരുടെ തലയിലേക്ക് ഫീഡ് ചെയ്യുന്ന എന്താണ്, പുറത്തു പോയാൽ വാല്യൂ ഇല്ല, ദിസ് ഇസ് ദ ഓൺലി ഓപ്ഷൻ. ഇതാണ് പറയുന്നത്. ജനറൽ കാറ്റഗറി എന്നുള്ളത് മാത്രമല്ല, 510 കിട്ടിയാലൊന്നും ഇവിടെ ആർക്കും കിട്ടില്ല. ഒരു 600
30+ കിട്ടിയാലാണ് കിട്ടുള്ളൂ. പിന്നെ ജനറൽ കാറ്റഗറിക്ക് പിന്നെയും സ്കോർ വേണ്ടി വരും. പക്ഷെ ഞാൻ പറഞ്ഞത് 630+ ഇല്ലാണ്ട് ഇവിടെ ആലോചിക്കേ വേണ്ട. മനസ്സിലായോ? പിന്നെ ഈ ഒരു ഇത് സ്ഥിരമായിട്ട് ഇൻജെക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഞാൻ പറയാം, അപ്പോൾ എൻ്റെ ക്ലാസ്മേറ്റ്സ് ഇവിടെ നീറ്റിൽ അത്യാവശ്യം സ്കോർ കിട്ടിയ ആൾക്കാരാണ്. അവർ എൻ്റെ കൂടെ വന്ന് നമ്മളെ കൂടെ പഠിച്ചു, നാട്ടിൽ ഇവിടെ വർക്ക് ചെയ്തു. അതിന് ശേഷം ഓസ്ട്രേലിയൻ്റെ എക്സാം ഉണ്ട്. ഒരു എക്സാമിൻ്റെ ഫീസിന് 5 ലക്ഷം രൂപ. ഫസ്റ്റ് പാർട്ട് പാസ്സായി. ആളിപ്പോൾ ദുബായിൽ വർക്ക് ചെയ്യുന്നത്. നമ്മുടെ ഡയറക്ടറാണ് ഡോക്ടർ ക്രിസ്റ്റൽ. ഇന്ത്യയിൽ FMG എക്സാമിൽ 5th റാങ്ക് ആയിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വെച്ചാൽ ആളുകളുണ്ട്. ഇപ്പം എൻ്റെ ക്ലാസ്മേറ്റ്സിൽ അധികം ആൾക്കാർ USA വർക്ക് ചെയ്യുന്നത്. എൻ്റെ ക്ലാസ്മേറ്റ്സ് എല്ലാവരും ഇവിടുന്ന് പുറത്ത് വന്ന ആൾക്കാരാണ്. USA വർക്ക് ചെയ്യണേ, ഓസ്ട്രേലിയ വർക്ക് ചെയ്യണേ, ദുബായിൽ വർക്ക് ചെയ്യണേ, സൗദിയിൽ വർക്ക് ചെയ്യണേ. ഞങ്ങളെല്ലാവരും ആ രീതിയിലാണ്. ഇപ്പോൾ ഞാൻ എൻ്റെ കൂടെ പഠിച്ച ആൾക്കാരൊക്കെ എപ്പോഴും നാട്ടിൽ +2 കൂടെ പഠിച്ച ഡോക്ടേഴ്സ്, പിന്നെ ഇവിടുന്ന് പഠിച്ച ആൾക്കാർ അവരിപ്പോഴും നാട്ടിൽ തന്നെയാണ്. ചില ആൾക്കാർ PG എടുക്കുന്നുണ്ട്, പക്ഷേ അതിനപ്പുറത്തേക്ക് എന്തില്ല, ഒരു വിഷൻ അവർക്ക് കിട്ടുന്നില്ല. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇവിടുന്ന് കൊടുക്കുന്ന ആ ഒരു മൈൻഡ് സെറ്റ് ശരിക്കും തെറ്റായൊരു മൈൻഡ് സെറ്റാണ്. എക്സ്പോഷർ അത്രയും ആയതൊരു പൊട്ടക്കിണറ്റിൽ തവളാന്നൊക്കെ പറയുന്ന പോലെ നമ്മൾ ഒരു എക്സ്പോഷർ ഇല്ല ആക്ച്വലി. ഇല്ല. അപ്പോൾ അത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അല്ല നമ്മൾ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ വാല്യൂ ഇല്ലാത്ത മെഡിക്കൽ കോളേജ് ഇല്ലേ, പേഷ്യൻസ് ഇല്ലാത്ത മെഡിക്കൽ കോളേജ് ഇല്ലേ? പ്രൈവറ്റ് മെഡിക്കൽ കോളേജിൽ എത്ര സ്ഥലത്ത് പേഷ്യൻസ് ഇല്ലാത്തുണ്ട്. ഇൻസ്പെക്ഷൻ വരുന്ന സമയത്ത് വൃദ്ധസദനത്ത് പോയിട്ട് ആൾക്കാരെ വാടകയ്ക്ക് എടുത്തോണ്ട് നോക്കണം. എത്ര മെഡിക്കൽ കോളേജ് ഇന്ത്യയിലുണ്ട്? ആർക്കാ പറയാൻ പറ്റില്ല എന്നുള്ളത്? വാല്യൂ ഇല്ലാത്തത് എല്ലായിടത്തും ഉണ്ട്. അത് ഇന്ത്യയിൽ നിന്നല്ലല്ലോ, ലോകത്ത് എല്ലായിടത്തും ഉണ്ട്. അതിൽ ബെസ്റ്റ് നോക്കുക എന്നുള്ളത്. അപ്പോൾ ഇന്ത്യയിലാണെങ്കിൽ ബെസ്റ്റിൽ നിൽക്കുക, വേറെ അബ്രോഡ് പോകുന്നുണ്ടെങ്കിൽ ബെസ്റ്റ് യൂണിവേഴ്സിറ്റി നോക്കുക എന്നുള്ളത്. അല്ലാണ്ട് വാല്യൂ ഇല്ല എന്നുള്ളതിൽ യാതൊരു അർത്ഥമില്ല. കാരണം ഞാൻ ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാത്തിനും ഒരേപോലെ കാണരുത്. എല്ലാ യൂണിവേഴ്സിറ്റികളും ഒരേപോലെ കാണുന്നിടത്താണ് പ്രശ്നം. നെഗറ്റീവും പോസിറ്റീവും ഉള്ള യൂണിവേഴ്സിറ്റികളുണ്ട്, അത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. നെക്സ്റ്റ്, ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇതൊരു സർവീസ് പോലെയാണ്, ഇത് ഒരാളുടെ കരിയർ സ്വിച്ച് ചെയ്യുന്ന ഒരു സർവീസ് പോലെയാണ് ഡോക്ടർ എക്സ്പേർട്ടിനെ കാണുന്നത് എന്നുള്ളത്. ആ ഒരു ഡോക്ടർ എക്സ്പേർട്ടിനെ ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനെയോ അല്ലെങ്കിൽ ഇപ്പോൾ എൻ്റെ ഒരു സിസ്റ്ററിനെയോ ഇപ്പോൾ എബ്രോഡ് MBBSലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഡോക്ടർ എക്സ്പേർട്ടിനെ എന്തുകൊണ്ട് ചൂസ് ചെയ്യണം എന്നുള്ളതിന് ഡോക്ടർ എന്തായിരിക്കും ഒരു ആൻസർ പറയുക? ഡോക്ടർ എക്സ്പേർട്ട് ഒരിക്കലും നിങ്ങളെ മുമ്പിൽ വന്നിട്ട് ഇന്ന യൂണിവേഴ്സിറ്റി എടുക്കണം എന്ന് പറയൂല, ഒരിക്കലും പറയില്ല. നമ്മൾ ഇതേ പറയുള്ളൂ. ആദ്യം അവരുടെ അടുത്ത് ചോദിക്കും, നിങ്ങളുടെ ബഡ്ജറ്റ് എന്താണ്, നിങ്ങൾക്ക് ആഫ്റ്റർ പ്ലാൻ എന്താണ്, ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് ഫ്യൂച്ചർ പ്ലാൻ എന്താ, എവിടെ വർക്ക് ചെയ്യാനാണ്, എവിടെ സെറ്റിൽ ചെയ്യാനാണ് പ്ലാൻ. ഇതൊക്കെ അനലൈസ് ചെയ്തിട്ട് ആണ് നമ്മൾ അവരുടെ അടുത്തൊരു യൂണിവേഴ്സിറ്റി സജസ്റ്റ് ചെയ്ത് കൊടുക്കുള്ളൂ. ആ യൂണിവേഴ്സിറ്റി സജസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ആ യൂണിവേഴ്സിറ്റിക്ക് നാഷണൽ മെഡിക്കൽ കമ്മീഷൻ്റെ റൂളുകളൊക്കെ അക്യുറേറ്റ് എല്ലാം ഫോളോ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ അവർക്ക് പ്രൂവ് ചെയ്ത് കൊടുക്കും. അതിനുശേഷം നമ്മൾ അവരുടെ അഡ്മിഷൻ എടുത്ത് അവരുടെ A to Z കാര്യങ്ങൾ അവരെ കൂടെ നമ്മൾ പോയി ചെയ്ത് കൊടുക്കും. അത് 6 years ത്രൂ ഔട്ട് നമ്മൾ അവരെ കൂടെ നിൽക്കും. ഈ ഒരു കാര്യം നമുക്ക് മെയിൻലി പറയാനുള്ളത്. അതിൽ തന്നെ അവരിപ്പോൾ നമ്മുടെ അടുത്തൊരു ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റി ചോദിച്ചു വരികയാണെങ്കിൽ നമ്മളത് പറഞ്ഞു കൊടുക്കും. ഈ യൂണിവേഴ്സിറ്റിക്ക് ഇന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഓപ്പണായിട്ട് സംസാരിച്ച് ആ കാര്യങ്ങൾ അതും നമ്മളതേ രീതിക്ക് അവർക്ക് മനസ്സിലാവുകയാണെങ്കിൽ മാത്രമേ നമ്മൾ കണ്ടിന്യൂ ചെയ്യുള്ളൂ. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അഡ്മിഷൻസ് ചോദിച്ചു വരുന്ന എത്രയോ അഡ്മിഷൻസ് നമ്മൾ രജിസ്റ്റർ ചെയ്യാത്തതുണ്ട്, റിജക്റ്റ് ചെയ്യുന്നുണ്ട്. എല്ലാം ഓക്കെ എന്നാൽ ഞങ്ങൾക്ക് നല്ല സുഖം. അപ്പോൾ എൻ്റെ അടുത്തൊരു യൂണിവേഴ്സിറ്റി ഉള്ള ചോദിച്ചു തരാണ്, അയാൾ പറഞ്ഞൊക്കെ സമ്മതിച്ചു കൊടുത്തിട്ട് അന്നാ പോണേ ഈ വൈക്ക് പോയിക്കോ എന്ന് പറഞ്ഞാൽ മതി. അതായത് ഒഴുകണ വെള്ളത്തിനൊപ്പം ഒഴുകി പോകാന്നുള്ള സെറ്റപ്പ് ഉണ്ടല്ലോ, അത് നമുക്ക് ചെയ്യാൻ പറ്റാത്തല്ല. കാരണം നമ്മൾ അത്ര ആൾക്കാർ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കണക്ട് ചെയ്യുന്നുണ്ട്. നമ്മളത് പറ്റില്ലെങ്കിൽ പറ്റില്ല എന്ന് തന്നെ പറയും, മനസ്സിലാക്കാൻ ശ്രമിക്കും. നമ്മുടെ അടുത്ത് കേട്ടില്ലെങ്കിൽ ഓക്കെ, ലെറ്റ് ദം ഗോ. അവരുടെ ജീവിതം അവർക്ക് തീരുമാനിക്കാം. ഞാൻ ഈ ഒരു ഡോക്ടർ എക്സ്പേർട്ടിൻ്റെ പേജ് ചുമ്മാ വെരിഫൈ ചെയ്യുന്ന സമയത്ത് ഡോക്ടർ എക്സ്പേർട്ട് ത്രൂ വന്നാൽ അത് ഡോക്ടർ ആവും എന്നുള്ളതിൻ്റെ ഒരു ഇനീഷ്യൽ മൈൻഡ് സെറ്റ് തുടക്കത്തിലേക്ക് കൊടുക്കുന്നുണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്ത് എവിടെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഓരോ സ്റ്റുഡൻസിനെ സ്റ്റേജിലേക്ക് ഫ്ലൈ ചെയ്യുന്നതിന് മുമ്പ് വിളിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ പേരിൽ ഡോക്ടറിന് ചേർത്താണ് വിളിക്കുന്നത്. അത് ഡോക്ടർ എക്സ്പേർട്ട് ത്രൂ പോവുകയാണെന്നുണ്ടെങ്കിൽ അവർ ഡോക്ടറായിട്ട് ഇങ്ങോട്ട് തിരിച്ചു വരൂ എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ഇനീഷ്യലി കൊടുക്കുന്നുണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്തു. ആ ഒരു നേരത്തെ ഡോക്ടർ പറഞ്ഞ പോലെ ഓട്ടോഗ്രാഫിൽ ഡോക്ടർ ആവുമെന്ന് എഴുതി വെച്ച ആ ഒരു മാനിഫെസ്റ്റേഷൻ പ്രോസസ്സ് ഇവിടെയും പിള്ളേരുടെ മൈൻഡ് സെറ്റിലേക്കും കൊടുക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇതെനിക്ക് വിമർശനം ഉണ്ടായത്, നാട്ടിൽ MBBS കഴിഞ്ഞ ഒരാൾ എനിക്ക് മെസ്സേജ് അയച്ചു, സ്റ്റാറ്റസ് വെച്ചപ്പോൾ. കാരണം ഇവരെ ഇനീഷ്യലി ഞാൻ എന്തൊക്കെ സ്റ്റാറ്റസ് ഒക്കെ അല്ലേ എൻ്റെ പേഴ്സണൽ ഇതിൽ. ആ സമയത്ത് പറഞ്ഞു ഇവർ ഡോക്ടർ ആയിട്ടില്ലല്ലോ, ഇപ്പം തന്നെ എന്തിനാണ് ഡോക്ടർ എന്ന് വിളിക്കണമെന്നുള്ള ഒരു ചോദ്യം എൻ്റെ അടുത്ത് ചോദിച്ചു. പക്ഷേ എനിക്ക് കിട്ടിയ ഫീലുണ്ട് ഞാൻ പഠിച്ച സമയത്ത്, അത് ശരിക്കും നമ്മളെ മൈൻഡിൽ അത് സംഹൗ ഇത് ആയിരിക്കണം എന്നുള്ളൊരു സാധനം തന്നെ നമ്മളെ പ്രോസസ്സാണ്. അവർ ഫസ്റ്റ് ഇയർ മുതൽ നമ്മളെ ഡോക്ടർ ഹുസൈർ എന്നാണ് വിളിക്കുള്ളൂ. അപ്പോൾ അത് നമ്മളെ മൈൻഡിൽ വരുന്നോട് നമ്മൾ ഗ്രാജുവേറ്റ് ചെയ്ത ഒരു മാനിഫെസ്റ്റേഷൻ വരും. മാനിഫെസ്റ്റേഷൻ നമ്മുടെ ലൈഫിൽ ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട് ശരിക്കും. നമ്മൾ ഈ ഒരു പ്രോസസ്സ് കണ്ടിട്ട് മാത്രം പല ആളുകളും നമ്മളെ തേടി പിടിച്ച് അഡ്മിഷൻ എടുത്തിട്ടുണ്ട്. അവർക്ക് റിലേറ്റ് ചെയ്യും. ചില ആൾക്കാർക്ക് ഡോക്ടർ ആവാൻ പറ്റാത്ത ആൾക്കാരുണ്ടാവും. അവരെ മക്കളെ ഈ ഒരു ഫീൽഡിൽ കാണുക എന്നുള്ള രീതിയിൽ ഇനീഷ്യലി തന്നെ ഈ ഫീലാണല്ലോ കൊടുക്കണേ. അപ്പം അത്
നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കുട്ടികളെയും അവരുടെ മൈൻഡിലും, കാരണം ഈ ഒരു വീഡിയോ ഒക്കെ കാണുമ്പം എന്താണ് എനിക്കിത് ഇനി എങ്ങനെയെങ്കിലും ആയേ പറ്റൂ എന്നുള്ള മൈൻഡ് സെറ്റ് അവർക്ക് കിട്ടും. ഇപ്പോൾ ഡോക്ടർ ഏറ്റവും കൂടുതൽ സംസാരിച്ചത് മൈൻഡ് സെറ്റിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഒരു ഓൺട്രപ്രണർഷിപ്പ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആണല്ലോ, ഒരു ബിസിനസ് തുടങ്ങുക, ഒരു ഇൻസ്റ്റാഗ്രാം പേജ് തുടങ്ങിയ ടൈമിന് ഓൺട്രപ്രണർ എന്ന് പറയുന്ന ഒരു സ്റ്റേജിലേക്ക് ഇന്ന് മൊത്തം വേൾഡ് എത്തി തുടങ്ങി. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ ഒരു സക്സസ്ഫുൾ ബിസിനസ് അല്ലെങ്കിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ എന്തൊരു മൈൻഡ് സെറ്റാണ് യൂത്തിലേക്കൊക്കെ ഡോക്ടർ പറയുകയാണെന്നുണ്ടെങ്കിൽ പറയാം? ആദ്യം വേണ്ട മൈൻഡ് സെറ്റ് 9 to 5 മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ ഈ പരിപാടി നടക്കില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം എനിക്ക് പറയാനുള്ളത്. കാരണം അത് ഒരിക്കലും ഒരു ഓൺട്രപ്രണർ സംബന്ധിച്ചിടത്തോളം പോസിബിൾ അല്ല. ടൈമിന് ഒരിക്കലും ലിമിറ്റ് ചെയ്യാൻ പാടില്ല. ഒരു ആദ്യം ഇറങ്ങുന്ന ആൾക്കാരുടെ അടുത്ത് പറയാനുള്ളതാണ്. ഇനി ചില ആൾക്കാർ വിചാരിക്കും എനിക്ക് 9 to 5 താല്പര്യമില്ല, അതുകൊണ്ട് ഞാൻ ബിസിനസ് തുടങ്ങാമെന്ന് പറഞ്ഞിട്ടാണ് വരിക. സത്യം പറഞ്ഞാൽ ബിസിനസ്സിലാണ് 9 to 5 ഇല്ലാത്തത്. ആ ഒരു രീതിക്ക് വരുന്ന ആൾക്കാരാണ് ഞാൻ 95% അല്ലെങ്കിൽ ഒരു അപ്രോക്സിമേറ്റ് ഞാൻ എൻ്റെ കണ്ടതിൽ ഭൂരിഭാഗം ആൾക്കാരും സംഭവം എനിക്കിത് പറ്റില്ല, എനിക്കിനി ടൈം ഉള്ള ലിമിറ്റ്, അതായത് ഇങ്ങനെ ഒരു ലിമിറ്റിനുള്ളിൽ ഒന്നും വർക്ക് ചെയ്യാൻ പറ്റില്ല എന്നിട്ട് ഇതിനിറങ്ങിയാൽ പിന്നെ രാവും പകലും ഫുള്ള് ഇതിലേക്ക് ഇറങ്ങാനുള്ള സെറ്റപ്പിൽ മൈൻഡ് സെറ്റായാലും ഇത് നടക്കുകയുള്ളൂ. ഒന്നാമത്തെ കാര്യം. നിങ്ങളൊരു ബിസിനസ് തുടങ്ങുന്നുണ്ടെങ്കിൽ കൃത്യമായ വിഷനും വേണം. 3 വർഷമെങ്കിലും നിങ്ങൾക്ക് ബിസിനസ് ഓടിക്കാനുള്ള റിക്കറൻറ്റ് കോസ്റ്റ് നിങ്ങളെ കയ്യിൽ വേണം. ഇതില്ലാണ്ട് ഈ പരിപാടിക്ക് നിൽക്കരുത്. പിന്നെ നിങ്ങൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു കോർ ടീം വേണം. നിങ്ങളെ വിഷൻ്റെയും മിഷൻ്റെയും ഒപ്പം സഞ്ചരിക്കാൻ പറ്റുന്ന ഒരു കോർ ടീം നിങ്ങൾക്ക് വേണം. ഈ കോർ ടീമാണ് നിങ്ങളെ ബാക്കി ടീമിനെ ബിൽഡ് ചെയ്യേണ്ടത്. കോർ ടീമിൽ എററുണ്ടോ നിങ്ങളെ ടീം എങ്ങനെ പോയാലും റെഡി ആവില്ല. നമ്മൾ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും. കോർ ടീം എന്ന് നിങ്ങളത് സെറ്റായോ പിന്നെ ബാക്കി അവർ ബിൽഡ് ചെയ്യും. കാരണം നിങ്ങളെ സ്ട്രാറ്റജി നിങ്ങൾ ഫണ്ട് ചെയ്താൽ മതി. നിങ്ങളെ മിഷനും കൊടുക്കുമ്പോൾ അത് ഇംപ്ലിമെൻ്റ് ചെയ്ത ടീം കോർ ടീമാണ്. കോർ ടീമിൽ എറർ ഉണ്ടെങ്കിൽ എന്താ, അപ്പോൾ ബെസ്റ്റ് കോർ ടീമിനെ ബിൽഡ് ചെയ്യുക. അത് നിങ്ങളുടെ മിഷനും നിങ്ങളെ കോർ ടീമിന് കൃത്യമായിട്ട് കൊടുക്കുക. പിന്നെ ഈ പറഞ്ഞ പോലെ റിക്കറൻറ്റ് കോസ്റ്റ് വേണം, സ്ട്രാറ്റജി വേണം, നല്ല മാർക്കറ്റിംഗ് ടീം വേണം, ടെക് ടീം വേണം. ഇതൊക്കെ എല്ലാം കൂടെ ഒരുമിച്ച് വരുമ്പോഴാണ് ശരിക്കും ഒരു ബിസിനസ് സക്സസ് ആവുള്ളൂ. ഒരു ടീം എഫേർട്ട് ആവുന്ന സമയത്താണ്. ടീം തന്നെയാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഫോർ എക്സാമ്പിൾ വീണ്ടും ഇലോൺ മസ്കിനെ എടുക്കുകയാണെങ്കിൽ ഇലോൺ മസ്കിൻ്റെ റോക്കറ്റ് ഉണ്ടാക്കണമെങ്കിൽ ഇലോൺ മസ്ക് അല്ല സ്പേസ് എക്സ് ചെയ്യണത്. അതിൽ എഞ്ചിനീയേഴ്സ് ഉണ്ട്, സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് ഉണ്ടാവും. ഈവൻ അവിടെ ചായ സെർവ് ചെയ്യണ സെർവൻറ്റിലും പോലും അതിനെന്തുണ്ട്, ക്വാളിറ്റി ഉണ്ടാവണം. അവരുടെ പോലും ആ ചായ കൊടുക്കുമ്പോൾ ഒരു ചിലപ്പോൾ ടെൻഷൻ അടിച്ച് നിൽക്കുന്ന സമയത്ത് ചായ ചിരിച്ച് കിട്ടുമ്പോൾ ആ സമയത്ത് പോലും അവർക്ക് എനർജി ഫീൽ ചെയ്യും. അതുവരെ എന്ത് ചെയ്യും, ഒരു ബിസിനസ്സിനെ എഫക്റ്റ് ചെയ്യും. യെസ്, അങ്ങനെ വരിക്കും നിങ്ങളെ ഒരു ഹയറിങ്. ഒരു ചായക്കാരൻ ഹയർ ചെയ്യണ പോലും ആ രീതിക്ക് ഹയർ ചെയ്യണം. ഒരു ടീമാണ് നമ്മുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു യങ് ഏജിൽ ബൂട്ട് സ്ട്രാപ്പ് ചെയ്തൊരു സക്സസ്ഫുൾ ബിസിനസ് കൊണ്ടുവന്നു എന്നുള്ള രീതിയിൽ ആ ഒരു ബൂട്ട് സ്ട്രാപ്പ് ചെയ്യുന്ന സമയത്ത് ഹൗ കോൺഫിഡൻറ്റ് യു ആർ എന്നുള്ള ചോദ്യത്തിന് എങ്ങനെയായിരിക്കും ഒരു ആൻസർ പറയുന്നുണ്ടാവുക? നമുക്ക് ചില കാര്യത്തിൽ 100% ക്ലാരിറ്റി ഉണ്ടെങ്കിൽ നമുക്കിതിൽ പേടിക്കേണ്ട ആവശ്യമില്ല. പല ആൾക്കാരും ക്ലാരിറ്റി ഇല്ലാണ്ടാണ് പല കാര്യങ്ങളും ചെയ്യുക. ഇപ്പോൾ എനിക്ക് ചില കാര്യങ്ങൾ നമുക്ക് പൈസ ഒന്നും വരുന്നുണ്ടാവില്ല, നമുക്ക് പൈസ അതിൽ കിട്ടുകൊണ്ടിരിക്കും. പക്ഷെ എന്നാലും സ്റ്റിൽ നമുക്ക് ക്ലാരിറ്റി ഉണ്ടാവും. എനിക്കിതിന് ക്ലാരിറ്റി ഉണ്ട്. ഈവൻ ഞാൻ പൈസ ഇട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ ക്ലാരിറ്റി ഉണ്ടാവണം. പിന്നെ ഞാൻ പറഞ്ഞ പൈസ ഇല്ലാത്തതിന് ഒരു റിക്കറൻറ്റ് കോസ്റ്റ് എടുക്കാൻ പറ്റാത്ത ഒരാളെ കൊണ്ട് പെട്ടെന്നൊരു പരിപാടി ബിൽഡ് ചെയ്ത് കൊണ്ടുവരാൻ കഴിയില്ല. കാരണം ഇപ്പോൾ ഞങ്ങളൊക്കെ കേസിൽ നോക്കുകയാണെങ്കിൽ ഒരുപാട് സാധനം ഇപ്പോഴും പെട്ടി കിടക്കുന്നുണ്ട്. ഉണ്ടാക്കി വെച്ച സാധനങ്ങൾ പലതും പെട്ടിയിൽ ഇപ്പോഴും കിടക്കുന്നുണ്ട്. സ്റ്റാർട്ട് ചെയ്യാത്തത് എന്താണെന്നറിയോ? ഫോർ എക്സാമ്പിൾ നമ്മൾ ടാക്കിൾ എന്നൊരു ആപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഇനിയും മാർക്കറ്റിൽ ഇറക്കാത്തതെന്ന് വെച്ചാൽ റിക്കറൻറ്റ് കോസ്റ്റ് കൂടി കണ്ടിട്ട് ഇറക്കാമെന്ന് വെച്ചിട്ടാണ്. അതുകൊണ്ട് ഉണ്ടെങ്കിൽ ഇറക്കിയിട്ട് കാര്യമില്ല. കാരണം നമ്മളൊരു സാധനം റെഡിയാണ് കുറച്ച് ഇതാക്കിയിട്ടാണ് പബ്ലിഷ് ചെയ്തിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഇറക്കാത്ത കുറേ കാര്യങ്ങളുണ്ട്. അപ്പം നമ്മൾ ക്ലാരിറ്റി വേണം, 100% ക്ലാരിറ്റി വേണം. നിങ്ങളെന്താ ചെയ്യണമെന്നുള്ള ക്ലാരിറ്റി വേണം. ചിലപ്പോൾ നമ്മുടെ ടീമിന് ക്ലാരിറ്റി ഉണ്ടായിക്കോണമെന്നില്ല, നമുക്ക് ക്ലാരിറ്റി വേണം. ഇപ്പോൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു പ്രോബ്ലം സോൾവ് ചെയ്യപ്പെടുക എന്നുള്ളതാണല്ലോ ഒരു പ്രൈമറി എന്ന് പറയുന്നത്. ഒരു എത്ര നല്ല പ്രോബ്ലം സോൾവ് ചെയ്യുന്നു അത്രയും എമൗണ്ട് ഓഫ് ഇൻകം അല്ലെങ്കിൽ റവന്യൂ അതിൽ നിന്ന് ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണല്ലോ. ഇപ്പോൾ ഡോക്ടർ എക്സ്പേർട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എന്ത് പ്രോബ്ലം സോൾവ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടായിരുന്നു ഡോക്ടർ എക്സ്പേർട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു? ആക്ച്വലി ഡോക്ടർ എക്സ്പേർട്ട് സ്റ്റാർട്ട് ചെയ്തത് പ്രോബ്ലം സോൾവ് ചെയ്യുകയെന്ന് വെച്ചാൽ ആദ്യം ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ ഏതൊക്കെ യൂണിവേഴ്സിറ്റികളാണെന്നൊക്കെ ഉള്ള കറക്റ്റ് ലിസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അതായത് ആളുകൾക്ക് ഈസി ആയിരുന്നു. അത് കഴിഞ്ഞ് പെട്ടെന്നാണ് നാഷണൽ മെഡിക്കൽ കമ്മീഷൻ വരുന്നത്. അതിനുശേഷം പ്രത്യേക സ്പെസിഫിക് ലിസ്റ്റോ കാര്യങ്ങളൊന്നുമില്ല. അതൊരു വിഷയമായിരുന്നു. ആൾക്കാർക്ക് ക്ലാരിറ്റി ഇല്ലായിരുന്നു അബ്രോഡ് MBBS കുറിച്ച്. രണ്ടാമത്തെ നമ്മുടെ നാട്ടിൽ സീറ്റിൻ്റെ അവൈലബിലിറ്റി ഇല്ല. അപ്പോൾ 23 ലക്ഷം കുട്ടികൾ നീറ്റ് എഴുതുന്നു, 1 ലക്ഷം ആളുകൾക്ക് ഇവിടെ സീറ്റ് കിട്ടുള്ളൂ. 10-16 ലക്ഷം ആൾക്കാർ ക്വാളിഫൈ ആവുന്നുണ്ട്. ഈ 16 ലക്ഷത്തിൽ 1 ലക്ഷം കഴിഞ്ഞിട്ട് ബാക്കി 15 ലക്ഷം കുട്ടികൾക്ക് എന്തില്ല, പ്രോബ്ലമാണ്. അവർക്ക് സീറ്റില്ല. സംഭവം അവർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. കുറച്ച് കുട്ടികൾ കരിയർ സ്വിച്ച് ചെയ്യും, കുറച്ച് ആൾക്കാർ വീണ്ടും റിപ്പീറ്റിന് പോകും. ഇതായിരുന്നു സിനാരിയോ. അപ്പോൾ അവിടെ ഒരു വലിയ ആളുകളുണ്ട്, 15 ലക്ഷം അല്ലെങ്കിൽ 14 ലക്ഷം ആളുകൾ ഉണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുന്ന ആൾക്കാർ. അപ്പോൾ അവർക്കൊരു നമ്മളിതിലേക്ക് കറക്റ്റ് ഒരു മെൻറ്റർഷിപ്പും ഒരു ക്ലാരിറ്റിയും കൊടുത്തു കഴിഞ്ഞാൽ എന്തായി, അവർക്കൊരു കരിയറായി. അപ്പോൾ അതന്നെയായിരുന്നു ഡോക്ടർ എക്സ്പേർട്ട് എന്ന് പറഞ്ഞാൽ.
അങ്ങനെ ആ ആളുകളെ ഗൈഡ് ചെയ്യുക എന്നുള്ള ഞങ്ങളെ പ്രൈമറി നിശ്ചയ ഏരിയ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഡോക്ടേഴ്സ് പേര് തുടങ്ങുമ്പോൾ പല ആൾക്കാർ നമുക്ക് വിളിച്ചിട്ട് ചോദിക്കും അവിടെ ഇന്ന കോഴ്സ് ഉണ്ടോ വേറെ കോഴ്സ് ഉണ്ടോ ചോദിച്ചിട്ട് വിളിക്കലുണ്ട്. ഞങ്ങൾ എടുക്കലില്ല. ഞങ്ങൾ മെയിൻലി മെഡിക്കൽ ഏരിയ മാത്രമേ നോക്കുള്ളൂ. അത് നമ്മൾ MBBS, BSc നേഴ്സിംഗ്, അതുപോലെ തന്നെ പോസ്റ്റ് ഗ്രാജുവേറ്റ്, അതായത് MBBS കഴിഞ്ഞ ആൾക്കാർക്കുള്ള PG പ്രോഗ്രാംസ്, ഇത്രയും നമ്മൾ ചെയ്യാറുള്ളൂ. അതിനപ്പുറത്തേക്ക് ആരെന്ത് വിളിച്ചാലും ഒരു കോഴ്സ് നമുക്ക് ചെയ്യാൻ പറ്റില്ല, നമ്മൾ ചെയ്യൂല. ഡോക്ടർ എക്സ്പേർട്ടിൻ്റെ ഞാൻ കണ്ടിട്ടുള്ള ഒരു ക്വാളിറ്റി തന്നെ ഡോക്ടേഴ്സ് ലീഡ് ചെയ്യുന്ന ഒരു ഫേം എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ആ ഡോക്ടേഴ്സിൻ്റെ ആ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ തന്നെയാണോ ഈ ഒരു മെഡിക്കൽ ഫീൽഡിൽ മാത്രമാണ് പുറത്തേക്ക് നോക്കുന്നുള്ളൂ എന്നൊരു ഡിസിഷൻ എടുക്കാൻ കാരണം? അതായത് ഞാനൊരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് അതിൽ 100% ക്ലാരിറ്റി വേണം, എൻ്റെ ടീമിന് ക്ലാരിറ്റി വേണം. അപ്പോൾ എനിക്ക് ക്ലാരിറ്റി ഉള്ള കാര്യങ്ങൾ ചെയ്യാന്നുള്ളതാണ്. എനിക്ക് അവർക്കൊരു ഫ്യൂച്ചറിൽ ഈ കോഴ്സ് കഴിഞ്ഞാൽ അവർക്കൊരു ബെനിഫിറ്റ് കിട്ടണം, അവർ ഇറക്കുന്ന പൈസക്ക് ബെനിഫിറ്റ് വേണം. അപ്പോൾ അതിന് വാല്യൂ ഉള്ളൊരു സാധനമല്ലേ ഞാൻ കൊടുക്കേണ്ടത്. അല്ല എനിക്ക് എൻ്റെ ലാഭം മാത്രം നോക്കിയിട്ട് ഞാൻ ചെയ്യുന്നതിൽ എത്രത്തോളം മുന്നോട്ട് പോകാൻ പറ്റും? പറ്റൂല. നേരെ മറിച്ച് ആളുകൾക്ക് അതിന് ബെനിഫിറ്റ് കിട്ടണം. ആഫ്റ്റർ 6 ഇയർ ഗ്രാജുവേറ്റ് ചെയ്യുമ്പോൾ അവർക്കൊരു ബെനിഫിറ്റ് വരണം, അതിൽ അവർ പഠിച്ചതിന് അവരുടെ സർട്ടിഫിക്കറ്റിന് വാല്യൂ ഉണ്ടാവണം. അങ്ങനത്തെ കോഴ്സുകൾ ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ അതിൽ ഇപ്പം ഏറ്റവും കൂടുതൽ ഷോർട്ട് ലോകത്ത് നഴ്സുമാർ അത്രയും ഷോർട്ടാണ്. ഇപ്പോഴും എത്രയോ റിക്വയർമെൻ്റ് ഉണ്ട് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലൊക്കെ. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രോഗ്രാമൊക്കെ അവർക്ക് ബെസ്റ്റ് കൺട്രിയിൽ കൊടുത്ത് പ്ലേസ്മെൻറ്റ് ഓപ്ഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അവരുടെ ലൈഫിൽ വർക്കാവും. ഇപ്പോൾ ഞാൻ മുമ്പ് ഒരു സ്റ്റഡി അബ്രോഡ് കൺസൾട്ടൻസിയിൽ ഞാൻ മുമ്പ് വർക്ക് ചെയ്തിട്ടുണ്ട്. ആ വർക്ക് ചെയ്തതും പിന്നെ ഒരുപാട് നമ്മൾ വീഡിയോസും മറ്റു കാര്യങ്ങളൊക്കെ കാണുന്ന സമയത്ത് ഈ ഒരു അബ്രോഡ് പഠിക്കാൻ പോകുന്നതിൽ ഒരുപാട് സ്കാമുകളുണ്ട്. ഡോക്ടറുടെ കണ്ണിൽ കണ്ടിട്ടുള്ള ഒരു മേജർ 3 സ്കാമുകൾ എന്തായിരിക്കും? അതെങ്ങനെയാണ് ഡോക്ടർ എക്സ്പേർട്ട് അതിനെങ്ങനെയാണ് ക്ലിയർ ചെയ്ത് പോകുന്നത് ചെയ്യുന്നത്? 3 സ്കാം നമ്മൾ കഴിഞ്ഞ വർഷം ഒരുപാട് ആളുകൾ പോയ കൺട്രി ആയിരുന്നു ഉസ്ബെക്കിസ്ഥാനിൽ 2-3 വർഷമായിട്ട് ഉസ്ബെക്കിസ്ഥാനിൽ ഒരുപാട് സ്കാമുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ അഡ്മിഷൻ കിട്ടാണ്ട് അഡ്മിഷൻ ലെറ്റർ അടിച്ചു കൊടുത്തിട്ട് ടൂറിസ്റ്റ് വിസയിൽ കൊണ്ടുപോയിട്ട് കുട്ടികളെ പറ്റിച്ചൊരു സംഗതി ഉണ്ടായിരുന്നു. ഇന്ത്യൻ എംബസിയൊക്കെ ഇടപെട്ടൊരു സംഗതിയാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സ്റ്റഡി അബ്രോഡിൽ നടക്കുന്നുണ്ട്. പിന്നെ നടക്കുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പം നിങ്ങൾ ഫീസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, നിങ്ങളെ കൺസൾട്ടൻസിക്ക് ഹാൻഡ് ഓവർ ചെയ്യും. അവരത് യൂണിവേഴ്സിറ്റിയിൽ പേയ്മെൻറ്റ് ചെയ്യാത്ത വിഷയങ്ങൾ ഉണ്ടാവാറുണ്ട്. അത് പിന്നെ അവസാനം കുട്ടികൾക്ക് യൂണിവേഴ്സിറ്റി എന്ന് പറയും നിങ്ങളെ ഫീസ് ക്ലിയർ അല്ലല്ലോ, ഇവർ കൺസൾട്ടൻസിനെ വിളിക്കും. കൺസൾട്ടൻസി പറയും ഞങ്ങൾ അടച്ചിട്ടുണ്ട്. അവസാനം ഈ കുട്ടികൾ വീണ്ടും കയ്യിൽ നിന്ന് പൈസ എടുത്ത് അടക്കേണ്ട സിനാരിയോസ് ഉണ്ട്. ഇതൊക്കെ ആര് ത്രൂ പോകുമ്പോൾ വെച്ചാൽ ക്രെഡിബിലിറ്റി ഇല്ലാത്ത ആൾക്കാർ ആ സമയത്ത് ഇവർ ലാഭം നോക്കിയിട്ടുണ്ടാവും. ചിലപ്പോൾ ഫ്രീ ഫ്ലൈറ്റ് ടിക്കറ്റ് കണ്ടിട്ട് പോയിട്ടുണ്ടാവും. ചിലപ്പോൾ 1 ഇയർ അക്കോമഡേഷൻ ഫ്രീ എന്നുള്ള ഫേക്ക് അഡ്വർടൈസ്മെൻറ്റ് കണ്ടിട്ട് പോയിട്ടുണ്ടാവും. അങ്ങനത്തെ ആൾക്കാരെ പൈസ എന്ത് ചെയ്യും, ഇങ്ങനെ പോകും. അപ്പോൾ ഇങ്ങനെ കുറച്ച് സ്കാമുകളൊക്കെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. പിന്നെ ഞാൻ പഠിക്കുന്ന സമയത്ത് ഒക്കെ 2014 ആ സമയത്തൊക്കെ പല ആളുകളും കൺസൾട്ടൻസികൾ കുട്ടികളെ എയർപോർട്ടിൽ കൊണ്ടുവന്നിട്ട് പൈസ കളക്ട് ചെയ്യുന്ന ഒരു വിഷയം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനത്തെ അത് ഇപ്പം അങ്ങനെ അത്രത്തോളം ഉണ്ടോയെന്ന് എനിക്കറിയില്ല. പക്ഷെ അന്ന് അങ്ങനത്തെ സംഗതികളുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ റീസെൻ്റ്ലി നടന്നതാണ് ഈ വിസ ഇഷ്യൂ, അഡ്മിഷൻ ഫേക്ക് ലെറ്റർ കൊടുക്കുന്ന പരിപാടി. ഇതൊക്കെ ഇപ്പോഴും നടക്കുന്നുണ്ടാവും കേട്ടോ. ഇപ്പോൾ ഒരു സ്റ്റുഡൻറ്റ് പുറത്ത് പോയി പഠിക്കാനുള്ള ഒരു ഡിസിഷൻ എടുക്കുന്ന സമയത്ത് ഏതൊരാളും ഇപ്പോൾ നമ്മൾ ഓൺട്രപ്രണേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എന്തിലും നോക്കുന്നതാണ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് എന്താണെന്നുള്ളത്. ഇപ്പോൾ ഇവിടെ പഠിച്ച ഒരു കുട്ടീനെ അല്ലാതെ പുറത്ത് പോയി പഠിക്കുന്ന ഒരു കുട്ടിക്ക് എന്തായിരിക്കും അവർ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു പൈസയ്ക്ക് എന്തായിരിക്കും അവർക്ക് റിട്ടേൺ കിട്ടുന്നുണ്ടായിരിക്കും ആക്ച്വലി? അതായത് നമ്മൾ ROI കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒരു എക്സാമ്പിൾ പറയാം. അപ്പോൾ നമ്മൾ ഇന്ത്യയിൽ NRI സീറ്റിന് കയറുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം 1 കോടി റുപ്യേൻ്റെ അടുത്താണ് എന്ത് ചെയ്യണം, നാട്ടിൽ കൊടുക്കണം, സ്പെൻഡ് ചെയ്യണം. ഈ കുട്ടി പിന്നെ 3 വർഷം 4 വർഷം കൂടെ വർക്ക് ചെയ്തിട്ടാണ് ഗൾഫ് കൺട്രീസിലൊക്കെ പോയാൽ നല്ല സാലറി കിട്ടുള്ളൂ. അല്ലെങ്കിൽ യൂറോപ്പിലോ അല്ലെങ്കിൽ UK-ലോ USA-ലോ പോയാൽ നല്ല സാലറി കിട്ടുള്ളൂ. ഇതേ കാര്യം ഏകദേശം 1 CR താഴത്തേക്ക് ഒരു 85 to 90 lakhs ഉണ്ടെങ്കിൽ യൂറോപ്പിൽ പോകാം, യൂറോപ്യൻ യൂണിയൻ കൺട്രിയിൽ പോകാം. യൂറോപ്യൻ യൂണിയനിലെ കൺട്രിയിൽ പോയി കഴിഞ്ഞാൽ ആക്സസിബിലിറ്റി മാറി. UK-ലേക്ക് ഡയറക്റ്റ് പോകാം, പ്ലാബ് എക്സാം ഇല്ലാണ്ട് പോകാം, ലൈസൻസ് എക്സാമിനേഷൻ ഇല്ലാണ്ട് പോകാം. ഓൾ യൂറോപ്യൻ കൺട്രിയിൽ ആക്സസ് ആയി വിത്തൗട്ട് ലൈസൻസ്. അപ്പോൾ അത് രണ്ട് തമ്മിലുള്ള വേർത്ത് ഉണ്ടല്ലേ. പിന്നെ അവർ ഗ്രാജുവേറ്റ് ചെയ്ത ഉടനെ തന്നെ അവർക്ക് മിനിമം 1 to 2 lakhs സാലറി കിട്ടും. അപ്പോൾ ഞാൻ പറഞ്ഞത് അബ്രോഡ് പോകുമ്പോൾ ആ പൈസക്ക് വേർത്തിട്ടുള്ള കോളേജുകൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അങ്ങനത്തെ കോളേജിൽ പോകുമ്പോൾ എന്താണ് അവർ ROI കിട്ടും. നേരെ മറിച്ച് ഇപ്പോൾ സാധാരണ ഒരു ഓർഡിനറി മെഡിക്കൽ കോളേജിൽ പോയി കഴിഞ്ഞാൽ 30-35 ലക്ഷം രൂപ കോസ്റ്റ് വരും അബ്രോഡ്. അവർ ചിലപ്പോൾ നാട്ടിൽ വന്ന് ഇവിടെ എന്ത് ചെയ്യണം, FMG കഴിഞ്ഞിട്ട് വർക്ക് ചെയ്യണം. അപ്പോൾ ROI എന്ന് പറഞ്ഞാൽ ഇവിടെ കിട്ടുന്ന സാലറി ഉണ്ടാവുള്ളൂ. പിന്നെ അവിടെ അവർ വാല്യൂ കൊടുക്കുന്നത് പൈസക്കാവില്ല, പ്രൊഫഷനാവും. ഡോക്ടർ ആവാന്നുള്ളൊരു പ്രൊഫഷനെ അവർ വാല്യൂ കൊടുക്കുന്നുണ്ട്. അത് ചിലപ്പോൾ കോസ്റ്റ് ഇടാൻ പറ്റില്ല നമുക്ക്. പക്ഷെ ഞാൻ പറഞ്ഞത് ഇവിടെ NRIയിൽ കയറുന്ന ആൾക്കാരെ പറ്റിയ, ഇവിടെ ഗവൺമെൻറ് കയറുന്ന കുട്ടികൾ വന്നിട്ട് മറ്റു കുട്ടികളെ നോക്കിയിട്ട് അവരുടെ അതിന് ROI കാൽക്കുലേറ്റ് ചെയ്യാൻ കാര്യമില്ല. ഇതിലിടയ്ക്ക് ഞാനൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിൽ ഇപ്പോൾ കറൻ്റ്ലി ഡോക്ടറല്ല, ആൾ കോണ്ടന്റ് ക്രിയേഷൻ അങ്ങനെയൊക്കെ ആയിട്ടാണ് പോകുന്നത്. ആ ഒരു പേഴ്സൺ പറയുന്നതാണ്, ഞാൻ ഡോക്ടർ എന്നുള്ളൊരു ജോബ് ക്വിറ്റ് ചെയ്യാൻ കാരണം എനിക്ക് ആവശ്യമുള്ള റെസ്പെക്റ്റ് കിട്ടിയില്ല, ഞാൻ ഒരു 6-7 years ഇട്ടുള്ള എഫേർട്ടിനുള്ള പേ കിട്ടുന്നില്ല, അങ്ങനത്തെ കുറേ കാര്യങ്ങളായിരുന്നു. നമുക്കൊരു റെസ്പെക്റ്റ്, അതുപോലെ തന്നെ നമ്മൾ എടുക്കുന്ന വർക്കിനനുസരിച്ചിട്ടുള്ളൊരു വർത്ത്, ഈ പേ, ഇതൊക്കെ ഡെഫിനറ്റ്ലി ഒരാൾക്ക് കിട്ടേണ്ടതാണല്ലോ. അപ്പോൾ അത് കിട്ടാത്ത
അല്ലാത്ത കാരണങ്ങൾ കൊണ്ട് പോലും ആളുകൾ ഈ ഒരു പ്രൊഫഷൻ ഡ്രോപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പുറത്തു പോയി പഠിക്കുന്ന സ്റ്റുഡൻസിന് നോക്കുന്ന സമയത്ത് അവർക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ, ഇപ്പോൾ ഡോക്ടർ തന്നെ പറഞ്ഞു ഫസ്റ്റ് ഇയർ മുതലേ ഡോക്ടർ ഉസൈർ എന്നുള്ള രീതിയിലാണ് വിളിക്കുന്ന പോലെ, അഡ്രസ് ചെയ്യുന്ന പോലെ. അപ്പോൾ ആ റെസ്പെക്ട് ആ ഫസ്റ്റ് ഇയർ മുതലേ കിട്ടുന്നുണ്ട്. അപ്പോൾ ആ ഒരു അതും ഒരു റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് അല്ലേ? ഡെഫിനറ്റ്ലി. നമുക്ക് പേഴ്സണാലിറ്റി ചേഞ്ച് ചെയ്യാൻ ഓൾറെഡി പറഞ്ഞല്ലോ, അതിന് നമുക്ക് പൈസ ഇടാൻ പറ്റില്ല. അതെ, ഒരിക്കലും പൈസ ഇടാൻ പറ്റില്ല. പക്ഷേ ഈ ഒരു ഡോക്ടർ എന്നുള്ളൊരു പ്രൊഫഷനിൽ മാത്രമല്ല ഇന്ത്യയിലെ പ്രശ്നമുള്ളത്. അത് ഓരോരുത്തർ പറയുമ്പോഴേ മനസ്സിലാവുള്ളൂ. പക്ഷേ ഡെഫിനറ്റ്ലി ഇവിടെ ഇന്ത്യയിലെ മെഡിക്കൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എനിക്ക് റെസ്പെക്റ്റ് വൈസും അവർക്ക് കിട്ടുന്ന സാലറി വൈസും അവർക്ക് കിട്ടുന്ന ഫെസിലിറ്റി വൈസും ഒക്കെ വളരെ ബാഡാണ്. നമുക്ക് അത്ര എക്സ്പോഷർ പല രാജ്യങ്ങളിലും പോയി, 10-30 രാജ്യങ്ങളോളം സഞ്ചരിച്ചതുകൊണ്ട് എനിക്കറിയണ ഒരു കാര്യമാണ്. അത്രയും വേസ്റ്റാണ് നമ്മളെ പല ഏരിയകളും. ഇവിടെ വളരെ പ്രൈം മെഡിക്കൽ കോളേജുകളൊക്കെ എയിംസ് പോലത്തെ ചില മെഡിക്കൽ കോളേജുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതൊരു MBBS പ്രൊഫഷന് മാത്രമല്ല ഇന്ത്യയിൽ പ്രശ്നം. ഈവൻ എത്ര ബിടെക്കാർക്ക് ഇവിടെ 10,000 രൂപേൻ്റെ താഴെ സാലറിയല്ലേ ഉള്ളൂ അല്ലേ? അതിനേക്കാളും സ്കിൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള പല കോഴ്സുകളും ഉണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞത് ഓരോരുത്തർ പാഷൻ്റെ പുറത്താണ് പല പ്രൊഫഷണൽ ഇതെടുക്കുന്നത്. അവർ ചേഞ്ച് ആവണേന് അവരുടേതായ റീസൺസ് ഉണ്ടാവും. ചിലപ്പോൾ അവർക്ക് റവന്യൂ ആയിരിക്കും റീസൺ. ചിലപ്പോൾ ചില ആളുകളുണ്ടാവും MBBS മാത്രം കഴിഞ്ഞ ആളുകൾ തന്നെ നല്ല സാലറി ഉണ്ടാക്കും. ഇപ്പം എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, എൻ്റെ കൂടെ നമ്മളെ കൂടെ പഠിച്ച ആളാണ്. ആൾ ഇവിടെ 3.5 ലക്ഷം റുപ്യ വാങ്ങുന്നുണ്ട്. അപ്പോൾ ഒരു ഡെർമറ്റോളജി കോസ്മെറ്റിക് റിലേറ്റഡ് ഒരു ക്ലിനിക്കിലാണ് വർക്ക് ചെയ്യുന്നത്. MBBS മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞത് അത് ഓരോരുത്തർക്കും അവരുടെ കഴിവനുസരിച്ചിട്ടാണ്. അപ്പോൾ അത് ഇന്നൊരു ഏരിയയിൽ ഉള്ളതുകൊണ്ട് നമുക്ക് എന്താ പറയുക, സാലറി ഇല്ലാത്തതുകൊണ്ട് ചേഞ്ച് ആയെന്നുണ്ടെങ്കിൽ അപ്പുറത്തേക്ക് എനിക്ക് തോന്നുന്നത് അവർ മിക്കവാറും ചേഞ്ച് ആയിട്ടുണ്ടാവുക അവർക്ക് കിട്ടാത്ത റെസ്പെക്റ്റോ കാര്യങ്ങളായിരിക്കും. മെയിൻലി അവരെ മാറ്റിയിട്ടുണ്ടാവുക. അല്ല റവന്യൂ മാത്രമാവില്ലല്ലോ എല്ലാവരെയും പ്രോബ്ലം. ഈ ഒരു ക്വസ്റ്റ്യനോടുകൂടി നമുക്ക് കുറച്ചുകൂടി ഒരു ഓൺട്രപ്രണർ ഡോക്ടർ ഉസൈറിലേക്കുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഇപ്പോൾ ഡോക്ടർ തന്നെ നേരത്തെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഒത്തിരി പാർട്ട്ണർഷിപ്പിൽ ഒരുപാട് ബിസിനസ്സുകൾ കാര്യങ്ങൾ പോകുന്നുണ്ട്. അപ്പോൾ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ഫെയിൽ ആയിട്ടുള്ള സ്റ്റാർട്ടപ്പുകളും ബിസിനസ്സുകളും ഒരു 60% എബോവ് ഫെയിൽ ആയിട്ടുള്ളത് ഈ ഒരു കോ ഫൗണ്ടർ കോൺഫ്ലിക്റ്റ് കാരണം കൊണ്ടാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഡോക്ടർ ഒരു പാർട്ട്ണറിനെ ചൂസ് ചെയ്യുന്ന സമയത്തും ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ് ചെയ്യുന്ന സമയത്തും എടുക്കുന്ന ഒരു റൂൾസ് എന്തൊക്കെയായിരിക്കും? ഈ ചോദ്യം 2 കൊല്ലം മുമ്പ് ചോദിക്കുമ്പോൾ ഇപ്പോൾ ചോദിക്കുമ്പോൾ എൻ്റെ ഉത്തരം വേറെ ആയിരിക്കും. ഇപ്പോൾ ഉത്തരമാണ് എനിക്ക് കുറച്ചുകൂടി നന്നായിട്ട് തോന്നുന്നത്. കാരണം ഈ ഒരു ജേണി കഴിഞ്ഞ് വന്നിട്ടുണ്ട്. നിങ്ങളൊരു പാർട്ട്ണറെ ചൂസ് ചെയ്യുമ്പോൾ എപ്പോഴും ആ പാർട്ട്ണർ നിങ്ങൾക്ക് ആക്സസിബിൾ ആയിരിക്കണം. നിങ്ങളൊരു പൈസ കൊടുത്തു കഴിഞ്ഞാൽ നാളെ നിങ്ങളെ പൈസക്ക് എന്തെങ്കിലും പ്രശ്നം വന്ന് ചോദിച്ചു പോകാൻ അയാൾ നിങ്ങൾക്ക് ആക്സസിബിൾ ആയ ഒരു പാർട്ട്ണറെ നിങ്ങൾ പാർട്ട്ണർഷിപ്പിൽ കൂട്ടാൻ പറ്റുള്ളൂ. 2, നിങ്ങളെ പ്രോബ്ലം അറിയുന്ന, നിങ്ങളെ വിഷനും മനസ്സിലാക്കിയിട്ട് നിങ്ങളെ കൂടെ നിൽക്കുന്ന ഒരു പാർട്ട്ണറെ കൂട്ടിയാൽ മാത്രമേ നിങ്ങൾക്ക് ആ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഈ ഒന്നാമത്തെ കാര്യം ഞാൻ പറയാൻ കാരണം വെച്ചാൽ ഇപ്പോൾ നമ്മൾ വലിയൊരാൾ നമ്മുടെ അടുത്ത് നിന്നൊരു പൈസ തരാന്നിട്ട് പൈസ തന്നാൽ ലാഭം തരാമെന്നിട്ട് ബിസിനസ് കൂട്ടിക്കഴിഞ്ഞാൽ പൈസ പോയി കഴിഞ്ഞാൽ ഇയാളെ കാണാൻ പോലും ഞങ്ങൾക്ക് കഴിയില്ല. കാരണം ഇവരിതും പറഞ്ഞ് കുറേ ആളുകളുടെ ഫണ്ട് മേടിച്ചു. മാത്രമല്ല ഇവരെ ആക്സസിബിലിറ്റി കിട്ടൂല. ഇവരെ ആക്സസ് ചെയ്യാൻ പറ്റണ്ടേ? ഇവർക്ക് കൂടെ കുറേ ആളുകളും വണ്ടിയും കാറൊക്കെ ആയിട്ട് പോകുന്ന ആളുകൾ ഇവരെ അപ്പോയിൻമെൻറ്റ് പോലും നമുക്ക് കിട്ടൂല. അങ്ങനത്തെ സ്ഥലത്ത് നമ്മളൊരാളെ പാർട്ട്ണറാക്കാൻ പാടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ നമ്മൾ കറക്റ്റ് പാർട്ട്നേഴ്സിനെ ചൂസ് ചെയ്യുമ്പോൾ നമ്മളെ മൈൻഡ് സെറ്റുള്ള ഒരേ ലെവലിൽ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ആളുകളെ പാർട്ട്ണറാക്കുക എന്നുള്ളതാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ലാഭം തരാമെന്ന് പറഞ്ഞിട്ട് പൈസ അങ്ങനെ ബിസിനസ്സൊന്നും കൊണ്ടുപോയിട്ട് പൈസ കൊടുക്കാൻ നിൽക്കരുത്. കാരണം ഇന്ത്യയിൽ 5% മേലെ ലാഭം തരാമെന്ന് ആര് പറഞ്ഞാലും അത് ഫേക്കാണ്. കോഴിക്കോട് തന്നെ എത്രയോ പരിപാടികൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ പ്രെഡിക്റ്റ് ചെയ്ത പല സ്കാമുകളുണ്ട്, പേര് ഞാൻ പറഞ്ഞില്ല. 5% അധികം ഒന്നും ലാഭം തരാൻ പറ്റുന്ന ഒരു ബിസിനസ് ഇന്ന് ഇന്ത്യയിലില്ല. പിന്നെ ട്രേഡിംഗ് ഒക്കെ ഉണ്ട്, അതൊക്കെ ലെക്കാണ്. സ്വന്തം ചെയ്യുക, പൈസ പോയാൽ മേലക്ക് വെക്കുക, അത്രേ ഉള്ളൂ. ആൾക്കാരെടുത്ത് കൊടുത്തിട്ട് ട്രേഡ് ചെയ്തിട്ട് ലാഭം ഉണ്ടാക്കാന്നുള്ള കോൺസെപ്റ്റ് ഒന്നും വർക്കാവില്ല. ഇപ്പോൾ ഫണ്ട് മാത്രം തന്നാൽ മതി, ഓപ്പറേഷൻസ് എല്ലാം ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്താൽ നമ്മൾ മൾട്ടിപ്പിൾ ആക്കി തരാം, അതുപോലെ തന്നെ ട്രേഡിങ്ങിൽ ഇത്ര രൂപ തന്നാൽ മതി, നമ്മളത് മൾട്ടിപ്ലൈ ചെയ്ത് തരാം, ഇതിലൊക്കെ ഇപ്പോഴും ആളുകൾ കൊണ്ടുപോയി ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ പോലും പേഴ്സണലി ഈ കാര്യത്തിന് ഒരുപാട് ഇൻസൈറ്റ്സ് സംസാരിച്ചിട്ടുണ്ടായിരുന്നു, പല ഫേമുകളെ പറ്റി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു കാര്യത്തിൽ ആസ് എൻ ഓൺട്രപ്രണർ എന്നുള്ള രീതിയിൽ ഡോക്ടർക്ക് എന്താണ് പറയാനുള്ളത്? ഞാൻ ഇപ്പോൾ അദീബിനോട് പറയുകയാണ് 10 ലക്ഷം കൊണ്ട് മാസം 1 ലക്ഷം റുപ്യക്ക് ലാഭം തരാൻ, സ്വാഭാവികമായിട്ടും അദീബ് എന്ത് ചെയ്യും? അതേ പൈസ തരും. ഇതന്നെയാണ് ഇതിൻ്റെ മൈൻഡ് സെറ്റ്. ഇവരെ മൈൻഡ് സെറ്റ് ഇത് തന്നെയാണ്. അതായത് ഇവർ ചെയ്യണമെന്ന് വെച്ചാൽ ഞാൻ അദീബിൻ്റെ അടുത്ത് നിന്ന് 10 ലക്ഷം വാങ്ങുന്നു, എല്ലാ മാസം 1 ലക്ഷം ആർക്ക് കൊടുക്കുന്നു? അദീബിന് കൊടുക്കുന്നു. അതേ നെക്സ്റ്റ് ഡേ ഞാൻ മറ്റൊരു അദീബിൻ്റെ അടുത്ത് എന്ത് ചെയ്തിട്ടുണ്ടാവും? 10 ലക്ഷം വാങ്ങിയിട്ടുണ്ടാവും. ഇതിങ്ങനെ ഒരു ചെയിനാണ്. ഈ ചെയിൻ എന്ന് വരെ അതുവരെ ഇവർക്ക് പൈസ കിട്ടിക്കൊണ്ട് വെക്കും. ഇവരുടെ പൈസ ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാവും. ആദ്യം കൊടുക്കുന്ന ആൾക്കാർക്കൊക്കെ എന്ത് ചെയ്യും? ലാഭം കിട്ടും. ഏത് ബിസിനസ് പൊട്ടുമ്പോഴും ഇങ്ങനത്തെ സ്കാം ബിസിനസ്സുകൾ പൊട്ടുമ്പോൾ ആദ്യം പൈസ കൊടുത്ത ആളുകൾക്ക് പ്രശ്നം ഉണ്ടാവില്ല, ലാസ്റ്റിക്ക് പൈസ കൊടുക്കുന്ന ആൾക്കാരാണ് പെടലി. അപ്പം ഇങ്ങനത്തെ സാധനങ്ങൾ മണ്ടത്തിലാണ്.
ഒരിക്കലും 5%-ലധികം നിങ്ങൾ കൊടുക്കുന്ന പൈസയ്ക്ക് ലാഭം തരാൻ പറ്റുന്ന ബിസിനസ് ഇന്ത്യയിലില്ല. ജെന്യൂനായിട്ട് ചെയ്യുന്ന ഒരു ബിസിനസ്. ഈ ഏറ്റവും കൂടുതൽ ലാഭം കിട്ടുന്നത് റിയൽ എസ്റ്റേറ്റാണ്. റിയൽ എസ്റ്റേറ്റിൽ പോലും 5% എന്തുള്ളൂ, പ്രോഫിറ്റ് ഉള്ളൂ. പിന്നെ നിങ്ങളൊരാൾക്ക് പൈസ കൊടുക്കുമ്പോൾ അതിനൊരു അസറ്റ് തരാൻ പറ്റണം. അങ്ങനത്തെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ബെസ്റ്റ്. ഇപ്പോൾ നിങ്ങൾക്ക് റിയൽ എസ്റ്റേറ്റിൽ ധൈര്യത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാം. നിങ്ങളുടെ പേരിൽ ലാൻഡ് തരാൻ റെഡി ആവുന്ന ഒരാളുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ കൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാം. നേരെ മറിച്ച് ഒരാൾ അടുത്ത് പറയുകയാണെങ്കിൽ റിയൽ എസ്റ്റേറ്റിക്ക് എനിക്ക് ഇത്ര ഒരു കോടി വേണം, എൻ്റെ പൈസ താന്നിട്ട് പൈസ മാത്രം കൊടുത്ത് നിങ്ങളുടെ പേരിലൊന്നും ഇല്ലാന്നുണ്ടെങ്കിലും എന്തല്ല, സേഫ് അല്ല. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ആക്സസിബിൾ ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് മാത്രം ഫണ്ട് കൊടുക്കുക. നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റാത്ത ഒരാൾ നിങ്ങളുടെ അടുത്ത് പൈസ ചോദിച്ചു വന്ന് അയാൾക്ക് പൈസ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ആ പൈസ തിരിച്ച് ചോദിക്കാൻ പോലും കഴിയില്ല. കാരണം എന്താ, അയാളുടെ അടുത്തൊക്കെ ഒരു അപ്പോയിൻമെൻറ്റ് പോലും നിങ്ങൾക്ക് കിട്ടില്ല. അപ്പോൾ ആ രീതിക്ക് ഈ കാര്യങ്ങളൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ഈ ട്രേഡ് ചെയ്തരാ, ലാഭം ഉണ്ടാക്കി തരാമെന്നൊക്കെ പറഞ്ഞ് പൈസ കൊടുക്കുന്നത്, ആ പൈസ പോയി എന്ന് വിചാരിച്ചിട്ട് കൊടുത്തു. നിങ്ങളുടെ അടുത്ത് കുറേ പൈസ ഉണ്ട്, എന്താ കാട്ടേണ്ടതെന്ന് അറിയാത്ത പൈസയാണ്, അങ്ങനെ നിങ്ങൾ കൊണ്ടുപോയിട്ട് കൊടുത്തോ, കിട്ടിയാൽ കിട്ടി, പോയാൽ പോയി. ഇപ്പോൾ ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിനെ പറ്റി സംസാരിക്കുന്ന സമയത്ത് ഡോക്ടർ ഇപ്പോൾ ഈ ഒരു ഇൻഡസ്ട്രിയിൽ ഓൺട്രപ്രണർഷിപ്പിൽ ഓൾമോസ്റ്റ് ഒരു 5+ ഇയേഴ്സ് ആയില്ലേ. ഈ ഒരു 5 വർഷത്തിൽ കൂടുതലായിട്ടുള്ള ഒരു ഡീസൻറ്റ് എമൗണ്ട് ഓഫ് മണി എന്തായാലും ഏൺ ചെയ്തിട്ടുണ്ട്. ഐ നോ ദാറ്റ്. ആ ഒരു എമൗണ്ട് ഇപ്പോൾ കറൻ്റ്ലി നെക്സ്റ്റ് ഇനിയിപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനുകളായിക്കോട്ടെ, എങ്ങനെയാണ് ഇതിനെ പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്യുന്നത്? ഞങ്ങളൊരു പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനും എൻ്റെ പാർട്ട്നേഴ്സും ഉണ്ട് ഇതേപോലെ തന്നെ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ. നമ്മൾ നെക്സ്റ്റ് പ്ലാൻ എന്ന് പറഞ്ഞാൽ BRC ഡെവലപ്പേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഡെവലപ്പിംഗ് കമ്പനി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഞങ്ങൾ പ്ലാന് പറഞ്ഞ പോലെ ലാൻഡ് ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതിൽ കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങുകൾ ചെയ്തിട്ട് റെൻ്റ് ഔട്ട് ചെയ്ത് സെല്ല് ചെയ്യുക എന്നുള്ളൊരു പ്ലാനാണ് നമ്മളിപ്പം വെക്കുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിൽ ഈ പറഞ്ഞ പോലെ നമുക്കിപ്പോൾ ഇൻവെസ്റ്റേഴ്സിന് വേണമെങ്കിൽ പുറത്തുനിന്ന് കൊണ്ടുവരാം, അവരെ പേരിൽ ലാൻഡ് നമുക്ക് കൊടുക്കാം. കാരണം വെച്ചാൽ അവർ ലാൻഡ് പർച്ചേസ് ചെയ്യാൻ റെഡി ആണെങ്കിൽ അവർ തരുന്ന വാല്യൂനുള്ള ലാൻഡ് അവരെ പേരിൽ കൊടുക്കാം. അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് സേഫാണ്. ഒരു 3 ഇയേഴ്സിനുള്ളിൽ സെൽ ഔട്ട് ചെയ്യുന്ന പോലെ എന്ത് ചെയ്യാം, നമുക്ക് പ്ലാൻ ചെയ്യാം. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ സേഫ് ആയിട്ടുള്ളത്, ഇപ്പോൾ നമുക്ക് ഗോൾഡ് സേഫാണ് ശരിക്കും ലീഗലി. നമ്മൾ ഗോൾഡ് ഇപ്പോൾ ജ്വല്ലറി പോലത്തെ ഇതിൽ അവരെ പേരിൽ, പക്ഷെ അതിനേക്കാളും എനിക്ക് കുറച്ചുകൂടി സേഫായിട്ട് തോന്നുന്നത് റിയൽ എസ്റ്റേറ്റ് തന്നെയാണ്. അപ്പം ആ രീതിക്കുള്ളത് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിപ്പോൾ നമ്മളെ ഫണ്ടും അതുപോലെ തന്നെ നമ്മളെ പാർട്ട്നേഴ്സിൻ്റെ ഫണ്ടും, പിന്നെ നമുക്ക് പുറത്തുനിന്ന് ഒരുപാട് ആളുകൾ പൈസ തരാമെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അതായത് നമ്മളറിയുന്ന ആളുകൾ, നമ്മൾ ഈ പറഞ്ഞ പോലെ ലാഭം തരാമെന്ന് പറഞ്ഞിട്ടൊന്നല്ല, അവർ തരുന്ന പൈസക്ക് അവർക്ക് ലാൻഡ് കൊടുക്കും. അവരുടെ വാല്യൂ ലാൻഡ് ഉണ്ടാവും. ലാൻഡിൻ്റെ വാല്യൂ നമ്മൾ ഒരുമിച്ച കച്ചവടം സംസാരിക്കുക. ആ ലാൻഡിന് എന്ത് ചെയ്യും, അവർക്ക് അവരെ ഷെയർ കൊടുക്കും. അവിടെ ബിൽഡിങ്ങോ കാര്യങ്ങളോ ചെയ്തിട്ട് കൊമേഴ്ഷ്യലി സെൽ ഔട്ട് ചെയ്യുക. ഈ ഒരു പ്ലാനാണ് ഇപ്പോൾ കറൻ്റ്ലി ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അത് ഞങ്ങളൊരു കമ്പനി ഫോം ചെയ്തിട്ടുണ്ട്. എൻ്റെ പേരിൽ BRC ഡെവലപ്പേഴ്സ് എന്നാണ് അതിൻ്റെ പേര്. ഓഫീസ് വരുന്നത് പന്തീരങ്കാവിലാണ്. ഇപ്പോൾ എല്ലാവരും ഒരു ട്രെൻഡാണ് ഇതിപ്പോൾ ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യണം, ഇത്ര ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യണം, അങ്ങനത്തെ ഒരു ട്രെൻഡുണ്ട്. ഇതിപ്പോൾ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ. പക്ഷേ ഡോക്ടർ ഒരു ഡിഫറെൻറ്റ് പ്ലാനാണ് പറഞ്ഞത്. ഡോക്ടർക്ക് ആ ഒരു കാര്യം ഇനിയും സ്കെയിൽ ചെയ്യാൻ വേറൊരു ഓപ്പർച്യൂണിറ്റി വഴി സ്കെയിൽ ചെയ്യും. ഇപ്പോൾ ഡോക്ടർ ഉണ്ടാക്കിയ ഒരു എമൗണ്ടിനെയും പ്ലസ് ഡോക്ടറുടെ നെറ്റ്വർക്സിലുള്ള ആളുകളുടെ എമൗണ്ടിനെയും സ്കെയിൽ ചെയ്യാനുള്ള ഒരു സ്പേസാണ് പറഞ്ഞത്. പക്ഷേ ഈ ഒരു ട്രെൻഡിൻ്റെ ഓപ്പോസിറ്റ് വേർഷനാണ്. ഇപ്പോൾ ആ ഒരു ട്രെൻഡിനെ ഡോക്ടർ എങ്ങനെ നോക്കി കാണുന്നത്? ആ ട്രെൻഡ് എന്ന് പറഞ്ഞാൽ എനിക്ക് താല്പര്യം എന്ന് വെച്ചാൽ പൈസനെ നോക്കി വളർത്താനാണ് താല്പര്യം. വേറെ ഒരാൾക്ക് കൊടുത്തിട്ട് അയാൾ വെള്ളമൊഴിച്ച് വളമിട്ട് വളർത്തിയിട്ട് എനിക്ക് അതിൻ്റെ ലാഭം വേണ്ട. എൻ്റെ മൈൻഡ് സെറ്റ് അങ്ങനെ. അതുകൊണ്ട് നമ്മളെ ഈ ഒരു ഡെവലപ്പിംഗ് കമ്പനി സ്റ്റാർട്ട് ചെയ്ത് തന്നെ നമ്മളെ പൈസയിൽ തന്നെ നമ്മൾ ചെയ്യാൻ പ്ലാൻ ചെയ്യണത്. നമുക്ക് കാണല്ലോ, ഇങ്ങനെ പോകുമ്പോൾ കോഴിക്കോട് പോകുമ്പോൾ ഇതിൻ്റെ സ്ഥലമാണ്, ഞാനിത് ചെയ്യാണ്. അത് കണ്ട് ചെയ്യണേ നമുക്ക് എന്താ വെച്ചാൽ നമുക്ക് സമാധാനമാണ്. നമ്മളെ പൈസ ഓടി പോയിട്ടില്ല, ഇവിടെ ഉണ്ട്. ബിൽഡിങ് ഇനിയിപ്പോൾ ലാൻഡ് വാങ്ങി ബിൽഡിങ് ആവാൻ സമയം എടുക്കുകയാണ്, എന്തിനാ പേടിക്കണേ? ബിൽഡിങ് ലാൻഡ് അവിടെ ഉണ്ട്. നമ്മൾ പോകുമ്പോൾ നാളെ രാവിലെ പോകുമ്പോൾ ലാൻഡ് അവിടെ ഉണ്ടല്ലോ, എന്തിനാ ബേജാറാവണേ? അങ്ങനെ മതിയാണ് എൻ്റെ ആഗ്രഹം. മറ്റതൊക്കെ പെട്ടെന്ന് നമ്മൾ കൊടുക്കുന്നു. ഇത് എവിടെ പൈസ ഇക്വിറ്റിയിൽ ഇടുന്നു, ഒരു ബ്ലൈൻഡ് സ്പേസിൽ കൊണ്ടുപോയിട്ട് എവിടെയോ നമ്മൾ ചെയ്യുന്നു. സംഭവം ബിറ്റ്കോയിൻ ഒക്കെ ഉണ്ട്, എവിടെയോ കൊണ്ടുപോയിട്ട് ഇടുന്നു. ഈ പൈസ ഇവിടെ നമുക്ക് കാണുമോ? ഇല്ലല്ലോ. ഒരുപാട് നല്ല ഫേമുകളുണ്ട് കേട്ടോ ഈ ഇക്വിറ്റി ഇതിലൊക്കെ. എത്തിക്കൽ ഫണ്ടും ഒരുപാട് സാധനങ്ങളുണ്ട്. പക്ഷെ എനിക്കതിൽ താല്പര്യമില്ല. എനിക്ക് എൻ്റെ പൈസ കണ്ണിന് മുന്നിൽ വളർത്തുക എന്നുള്ളതാണ് എൻ്റെ മൈൻഡ് സെറ്റ്. ഓരോ ആളുകളുടെ മൈൻഡ് സെറ്റും അവരവർ അധ്വാനിച്ച പൈസ എങ്ങനെ. പക്ഷെ ഇതിങ്ങനെ ചെയ്താലേ ലൈഫ് ഉള്ളൂ എന്ന് പറയുന്ന ആളുകളുടെ അടുത്ത് ഡോക്ടർക്ക് എന്താ പറയാനുള്ളത്? അത് അവരുടെ തോന്നലും മാത്രം. അവർക്ക് എന്താ പറയുക, അവർക്ക് പണിയെടുക്കാൻ വയ്യ, അടുത്ത് കുറച്ച് പൈസ ഉണ്ട്, ഇനി അത് വെച്ചിട്ട് എങ്ങനെയെങ്കിലും കുറച്ച് പൈസ അങ്ങനെ മാസം വാങ്ങിയിട്ട് ജീവിക്കണം എന്നുള്ള സെറ്റപ്പ്. അതിന് അവർ FD ഇട്ടിട്ട് പലിശ വാങ്ങി ജീവിച്ചാൽ പോരെ, ബാങ്കിൽ കൊടുത്തിട്ട്. മനസ്സിലായോ? പക്ഷെ അതിനും ഗ്രോത്ത് കുറവാണ്. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കേരളത്തിൽ നമ്മൾ തിരുവനന്തപുരം ആ സൈഡും മലബാർ സൈഡും നമ്മൾ ഡെവലപ്പിങ്ങിൽ വ്യത്യാസം വരാനുള്ളൊരു കാരണം പറഞ്ഞുതരാം. അതായത് ഇവിടെ കമ്മ്യൂണിറ്റി വൈസ് നോക്കുമ്പോൾ മുസ്ലിംസ് ആണല്ലോ ഇവിടെ കൂടുതൽ. ഇവർക്ക് പലിശ ഹറാമാണ് അല്ലേ? അതുകൊണ്ട് മുസ്ലിംസ് അധികം എന്ത് ചെയ്യില്ല, പൈസ ബാങ്കിൽ ഇടൂല. ഇവരെന്താ ചെയ്യുക, പ്രോപ്പർട്ടി വാങ്ങും, ബിൽഡിങ് ബിൽഡ് ചെയ്യും, അത് റെൻ്റ് ഔട്ട് ചെയ്യും. അതാണ് മലബാർ ഏരിയയിൽ കൂടുതൽ ഡെവലപ്മെൻറ്റ് വരാനുള്ളൊരു റീസൺ.
നേരെ മറിച്ച് നമ്മൾ ആ സൈഡിലേക്ക് പോകുമ്പോൾ എന്താണ് അധികം ആളുകളും ബാങ്കിൽ പൈസ ഇടുന്നു 8% പലിശ വാങ്ങുന്നു. സേഫ് അവരെ പൈസ 1 കോടി എന്നും 1 കോടി തന്നെയാണ്. 8% പൈസ എന്ത് ചെയ്യും കിട്ടുന്നത് ചിലവാക്കുന്നു. അതിന് വാല്യൂ മാറുന്നില്ലല്ലോ, ഡിപ്രീസിയേഷൻ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് അതിൻ്റെ മാറ്റം. ബേസിക്കലി പറയുകയാണെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് പകരം നിങ്ങളുടെ നാട്ടിൽ തന്നെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ നാട് ഡെവലപ്പാവും. ഇപ്പം നിങ്ങളൊരു ഭയങ്കര ഒരുപാട് വൈഡാണുണ്ട് ഈ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ നിങ്ങളൊരു ലാൻഡ് വാങ്ങിയിട്ട് ബിൽഡിംഗ് എടുക്കുന്നു, അവിടെ ആളുകൾക്ക് കൺസ്ട്രക്ഷനിൽ ആളുകൾക്ക് ജോലി കിട്ടുന്നു, ആ ഏരിയയിൽ കമ്പി സിമെൻറ്റ് ആൾക്കാർക്ക് സംഗതികൾ നടക്കുന്നു, അവിടെ പുതിയൊരു ഫേമുകൾ തുടങ്ങാനുള്ള സ്പേസായി, ഒരു ബിസിനസ് വരാനുള്ള സ്പേസായി ആൾക്ക്. ബേസിക്കലി നോക്കുമ്പോൾ അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പായി. ബേസിക്കലി നോക്കുകയാണെങ്കിൽ ആ നാട് ഡെവലപ്പ് ആവണമെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള പൈസ നിങ്ങളുടെ നാട്ടിലിറങ്ങണം. നിങ്ങൾ വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയി കൊടുത്തിട്ട് കാര്യമില്ല. നിങ്ങളുടെ നാട് ഡെവലപ്പ് ആവില്ല. കാരണം നിങ്ങൾ അൾട്ടിമേറ്റ്ലി നിൽക്കുന്ന നാട് നിങ്ങൾക്ക് നാളെ ഫ്യൂച്ചറിൽ ഡെവലപ്പായി കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫണ്ട് ഇറങ്ങേണ്ടത് നിങ്ങൾ നിൽക്കുന്ന നാട്ടിലാണ്. ഇപ്പം ഞാൻ ലാസ്റ്റ് 6 month ആയിട്ട് കോഴിക്കോടുണ്ട്. ഈ ഒരു കോഴിക്കോട് അങ്ങനെയാണ് നമ്മൾ പരിചയപ്പെടുന്നതല്ല. അപ്പോൾ കോഴിക്കോട് വന്നപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യം എന്താ പറയുക, ഇവിടെ ഒരു ഗവൺമെൻറ് സപ്പോർട്ടിനേക്കാൾ ഉപരി ഈ പറഞ്ഞൊരു കോൺസെപ്റ്റ് ആളുകൾ ഇവിടെ കോഴിക്കോട് ഇറക്കാൻ റെഡിയായിട്ട് അങ്ങനെയാണ് കോഴിക്കോട് ഇങ്ങനെ ഗ്രോ ആയി എന്നുള്ളൊരു ഫീൽ എനിക്ക് എവിടെയോ ഇവിടുത്തെ ആളുകളായിട്ട് സംസാരിക്കുമ്പോഴൊക്കെ. അപ്പോൾ അതിന് ആളുകൾ വെറുതെ ബ്ലെയിം ചെയ്യുന്ന കോഴിക്കോടുകാർ അത് ചുമ്മാ ക്ലെയിം ചെയ്യുന്ന ഒരു കാര്യമാണെന്നാണ്. പക്ഷെ എനിക്കിവിടെ ഈ 6 to 8 month ആവാറ് കഴിഞ്ഞപ്പോൾ ഇവിടെ വന്നിട്ട് ഇത്രയും കാലയളവിൽ ഞാൻ മനസ്സിലാക്കിയുള്ള ഒരു കാര്യം, ഇവിടെ ഈ ഒരു കോൺസെപ്റ്റാണ് കൂടുതൽ ആളുകൾക്കും. നമ്മൾ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഈ നാടും അതിനനുസരിച്ച് ഗ്രോ ആവുന്നുണ്ട്. പേഴ്സണലി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത ആളുകളും ഗ്രോ ആവുന്നുണ്ടാവും. അപ്പോൾ ആ ഒരു കൾച്ചർ ബിൽഡ് ചെയ്യാൻ കോഴിക്കോട്ടുകാർക്കും അതുപോലെ കോഴിക്കോടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്ന ആളുകൾക്കും പറ്റിയിട്ടുണ്ട്. അതിനെ ഡോക്ടർ എങ്ങനെ നോക്കിക്കാണുന്നത്? അല്ല, അത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയാം, കോഴിക്കോട് വന്ന പ്രൊജക്റ്റുകൾ ഇപ്പം ഹൈലൈറ്റാണ് ഇവിടെ ഏറ്റവും വലിയ ചേഞ്ച് കൊണ്ടുവന്നൊരു ടീം. ഹൈലൈറ്റ് സുലൈമാക്കാൻ്റെ വിഷൻ എന്ന് പറഞ്ഞാൽ ആ ലെവലാണ്. മൂപ്പരാണ് ഇവിടെ ഏറ്റവും ചേഞ്ച് കോഴിക്കോട് നിന്ന് കാണുന്ന ഒരു പിക്ചർ ഉണ്ടാക്കി കൊടുത്തത്. കോഴിക്കോടിൻ്റെ നൈറ്റ് ലൈഫിൽ 2 ടൈപ്പ് ഓഫ് നൈറ്റ് ലൈഫ് ഉണ്ട്. ബീച്ചിലും ഉണ്ട്, ബിസിനസ് പാർക്കിലും ഉണ്ട്. നമ്മൾ ബിസിനസ് പാർക്കിൽ മനസ്സിലായോ? അതായത് ഇപ്പോൾ വേൾഡ് ട്രേഡ് സെൻറ്റർ വരുന്നു കോഴിക്കോട്. ഞാനൊരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങളൊരു ബിസിനസ് ഇപ്പോൾ റെൻറ്റ് നോക്കുകയാണെങ്കിൽ ബാംഗ്ലൂരിലത്തെ റെൻറ്റാണ് കോഴിക്കോട്. അതെ, ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. കേരളത്തിൽ പോലും കൊച്ചിയിൽ പോലും ഇത്ര റെൻറ്റില്ല. അത് നമുക്കൊരു സ്റ്റുഡിയോ ഫ്ലാറ്റ് കിട്ടാൻ പോലും 30K അടുത്തൊക്കെ നല്ല ഇവിടെ കൊടുക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഇതിലേക്ക് വരാനുള്ള കാരണം വെച്ചാൽ ഇവിടെ ആളുകൾ പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡിയാണ്. ഇവിടെ ആളുകളെ പൈസ ഇവിടെ സ്പെൻഡ് ചെയ്യാണ്. ഒരു ബാങ്കിലിട്ടിട്ട് കോഴിക്കോട് ആരും പൈസ നടക്കുന്നില്ല. എല്ലാം മാർക്കറ്റിലാണ് പൈസ ഉള്ളത്. ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡിയാണ്. ട്രസ്റ്റ് ആയിട്ടുള്ള ഒരു ടീം വന്നിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് പറയുമ്പോൾ റെഡിയാണ്. പിന്നെ മാർക്കറ്റിൽ പൈസ ഉണ്ട്. ബാങ്കിലിട്ടിട്ട് ഇഷ്കി പിടിച്ച് ജീവിക്കുന്ന ആൾക്കാരല്ല. ഇവിടെ ആളുകൾ പൈസ ചിലവാക്കും, സ്പെൻഡ് ചെയ്യും. ഇവിടെ പൈസ ഉള്ളവനാരാ പാവപ്പെട്ടവൻ ആരാന്ന് കണ്ടുപിടിക്കാൻ പണിയാണ്. നമ്മളിപ്പോൾ ബീച്ചിൽ പോയാൽ മനസ്സിലാവില്ലല്ലോ. ഡ്രസ്സിങ് കണ്ടായതിന് മനസ്സിലാവും. കോഴിക്കോട് ഇല്ല, എല്ലാ ആളുകളും ആ ഒരു ക്വാളിറ്റി, നമ്മൾ ലൈഫ് ആ ഒറ്റ ലൈഫേ ഉള്ളൂ, അത് ജീവിക്കണം. ക്വാളിറ്റി ലൈഫാണ് ഇവരെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത്. അപ്പോൾ ആ ക്വാളിറ്റി ലൈഫിൽ സ്വാഭാവികമായിട്ടും ആളുകൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡിയാണ്. കാരണം വെച്ചാൽ ഇൻഫ്രാസ്ട്രക്ചർ വരുമ്പോൾ ഇവർ പൈസ ഇവിടെ സ്പെൻഡ് ചെയ്യുന്ന ഉറപ്പല്ലേ. അപ്പോൾ നല്ല ഇൻഫ്ര വരുമ്പം വീണ്ടും ബിസിനസ് കൂടുകയാണ്. ശരിക്കും കോഴിക്കോട് ഗ്രോ ചെയ്യാനുള്ള മെയിൻ കാരണം ആളുകളുടെ മൈൻഡ് സെറ്റാണ്. കോഴിക്കോട്ടുകാരുടെ മൈൻഡ് സെറ്റാണ് അതിൻ്റെ ബാക്കിൽ മെയിൻലി ഉള്ളത്. കാരണം ഞാൻ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ചിലപ്പോൾ ബിസിനസ് പാർക്ക് നമ്മൾ കോഴിക്കോടല്ല വേറൊരു സ്ഥലത്താണെന്നുണ്ടെങ്കിൽ 24/7 നമ്മുടെ ആളുകളുണ്ടാവും എനിക്ക് തോന്നുന്നില്ല. ഇപ്പം ഞാനാണെങ്കിലും പാലക്കാട് നിന്ന് ഒരു ഗ്രാമത്തിൽ നിന്ന് എല്ലാവരും അവിടെയുള്ള ഒരു കൾച്ചർ എങ്ങനെയാ പറഞ്ഞു കഴിഞ്ഞാൽ വളരണമെങ്കിൽ അല്ലെങ്കിൽ അടുത്തൊരു സ്റ്റെപ്പിൽ പോകണേ കൊച്ചി, അതാണ് ഒരു മൈൻഡ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ അവിടുന്ന് എൻ്റെ ഒരു മൈൻഡിൽ എവിടെയോ ഇനി നെക്സ്റ്റ് ഒരു കേരളത്തിലൊരു ബൂമിങ് അത് കാലിക്കറ്റാണ്. ആ ഒരു വിഷനെ വിശ്വസിച്ചിട്ടാണ് ഞാൻ കുറച്ച് നാൾ മുമ്പ് കാലിക്കറ്റേക്ക് വരുന്നത്. ഇപ്പോൾ ഇത്രയും നാൾ കഴിയുമ്പോഴും ആ ഒരു ട്രസ്റ്റ് ഒരു 10x ആയിട്ട് ഗ്രോ ആവുക എന്നല്ലാതെ ഒരിക്കലും താഴെ പോയില്ല. അപ്പോൾ ആ ഒരു ഡിസിഷൻ ഇനി ഇപ്പോൾ ഡോക്ടറുടെ ഒരു മൈൻഡ് സെറ്റിൽ നെക്സ്റ്റ് കേരളത്തിലൊരു ബൂമിങ് ഉണ്ടാവുന്നത് എവിടെയായിരിക്കും? കോഴിക്കോടാണെന്ന് തന്നെ വിശ്വസിക്കുന്നുണ്ടാവും. ഡെഫിനറ്റ്ലി കോഴിക്കോടായിരിക്കും. കാരണം കോഴിക്കോടുള്ള നമുക്ക് കിട്ടുന്ന കണക്ടിവിറ്റി നെറ്റ്വർക്കും വേറെ ലെവലാണ്. അതെ, ഇപ്പോൾ അരീഷ് നമ്മളെ കൂടെ നിൽക്കുന്ന സമയത്ത് എത്ര പുതിയ ആളുകളെ ഓൺടർപ്രണേഴ്സിനെ കണക്ട് ചെയ്യാൻ പറ്റി. അതെ ഇല്ലേ? ആ ഒരു കണക്ടിവിറ്റിയും പിന്നെ ആളുകൾ കുറച്ചും കൂടി ഓപ്പൺ മൈൻഡഡാണ്. അതായത് ഒരാളെ ഹെൽപ്പ് ചെയ്യാൻ പോലെ ആണെങ്കിൽ പോലും കുറച്ചും കൂടി ആളുകൾക്ക് ഇൻട്രസ്റ്റാണ്. അതായത് എനിക്ക് മാത്രം എന്നുള്ള ചിന്ത ഇവിടെ ആയിരിക്കില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഞാൻ കണ്ട ഒരുപാട് ആൾക്കാർ, അതായത് നമുക്കുള്ളത് ഇത് അവകാശപ്പെട്ട ആളുകൾ നമ്മൾ മാത്രമല്ല എന്നുള്ള മൈൻഡ് സെറ്റാണ് കോഴിക്കോട് പൊതുവേ ഒരു ആളുകളെ എടുത്ത്. പിന്നെ വെൽക്കമിങ് ആണ്. അതെ, ഇവിടെ വാസ്കോഡ ഗാമ കപ്പലിറങ്ങിയ സമയത്തും ഇവിടെ വെൽക്കമിങ് ആയി. ഇത് കോഴിക്കോടിൻ്റെ ഹിസ്റ്ററി നമ്മൾ പഠിക്കണം. കോഴിക്കോട് അന്ന് മുതലേ ട്രേഡ് ചെയ്യണ സ്ഥലമാണ്. അതെ, ബിസിനസ് അന്ന് മുതലേ ചെയ്യണതാണ്, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ്.
അപ്പോൾ ആ ഒരു കൾച്ചർ എന്തായാലും ഇവിടെ ഉണ്ടാവുമല്ലോ. ആ ഒരു വെൽക്കമിങ് മൈൻഡ് സെറ്റ് എനിക്ക് ഇവിടെ വന്നപ്പോൾ ഫീൽ ചെയ്തിട്ടില്ല. കാരണം നമ്മൾ എന്തൊരു കാര്യത്തിനാണെന്നുണ്ടെങ്കിലും നമ്മളുടെ ഈക്വലി മൈൻഡ് സെറ്റിൽ ഉള്ള ഒരാളെ നമ്മൾ അത് കണക്റ്റ് ആവും ഇവിടെ വന്ന്. അതായത് നമ്മളിപ്പോൾ എന്തെങ്കിലും നമുക്കൊരു വിഷൻ ഉണ്ട്, അതായത് മറ്റൊരാളെ ബുദ്ധിമുട്ടിക്കാത്തൊരു വിഷൻ ആണെന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് കോഴിക്കോട് ഇറങ്ങിയാൽ അതിനുള്ള ആളുകളെ നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റും. അതേ വിഷനുള്ള ആളുകൾ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. അതാണ് കോഴിക്കോടിൻ്റെ ഒരു, ഞാൻ പറഞ്ഞ കോഴിക്കോടാണ് നെക്സ്റ്റ് ബൂം ആവാൻ പോണത്. അത് ഡെഫിനറ്റ്ലി അത് അങ്ങനെ തന്നെയാണ്. കാരണം പിന്നെ വേൾഡ് ട്രേഡ് സെൻ്ററൊക്കെ കംപ്ലീറ്റ് ആയി, പിന്നെയും വേറെ കുറേ പ്രൊജക്റ്റുകൾ വരുന്നുണ്ട്. ഈ എക്സ്പ്രസ് ഹൈവേൻ്റെ 2 സൈഡിലും വലിയ വലിയ വേറെ കോർപ്പറേറ്റ് സംഗതികൾ ഓൾറെഡി പ്ലാനിലുണ്ട്. അപ്പം ഡെഫിനറ്റ്ലി കോഴിക്കോട് തന്നെയാണ് ഇനിയിപ്പോൾ കേരളത്തിൽ തന്നെ അറിയപ്പെടാൻ പോണത്. പിന്നെ ഞാൻ എവിടെ ഒരു വീഡിയോയിൽ കണ്ടിട്ടുണ്ട്, കോഴിക്കോടിൻ്റെ പേര് എന്നുള്ളത് ഓൾറെഡി വേൾഡ് മാപ്പിൽ വരച്ച പണ്ടത്തെ വേൾഡ് മാപ്പിൽ കോഴിക്കോട് ഉണ്ടല്ലോ. അത് ഇനിയും അങ്ങനെ തന്നെ നിലനിൽക്കും. ആ ഒരു ലെഗസി കീപ്പ് ചെയ്ത് പോകുന്നു, ഇതിനപ്പുറത്തേക്ക് പോകുന്നുള്ളത് ഗ്യാരണ്ടി അല്ല. അതുകൊണ്ട് ആർക്കെങ്കിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ കോഴിക്കോട് എന്തെങ്കിലും കാര്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് വാല്യൂ ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ ഓരോ ബിസിനസ്സും ഇപ്പോൾ നമ്മളിവിടെ മുമ്പോട്ട് പോകുന്ന സമയത്ത് പെട്ടെന്ന് ബൂമാവുന്ന ബിസിനസ്സുകൾ കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഡോക്ടറെ അടുത്ത് എപ്പോൾ സംസാരിച്ചാലും ഡോക്ടർ പറയുന്ന ഒരു കാര്യം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്കങ്ങനെ പെട്ടെന്ന് അങ്ങ് പൊന്തി പോകണ്ട, എനിക്ക് ഗ്രാജ്വലി അതിൽ ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കി അറിഞ്ഞ് അത് ഒരു സ്ലോ ആയിട്ട് പോയാലും എനിക്ക് ആ ഡെസ്റ്റിനേഷൻ എത്തിയാൽ മതി, അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ്. അപ്പോൾ ഇപ്പോഴുള്ള പല യൂത്ത് ഓൺടർപ്രണേഴ്സിനും എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അതെ ഇന്ന് ഇട്ടാൽ നാളെ പൈസക്കാരനാവണം, തൊട്ടടുത്ത ദിവസം ഒരു ഡിഫൻഡർ എടുക്കണം, അങ്ങനത്തെ ഒരു കൾച്ചറാണ്, ആ ഒരു മൈൻഡ് സെറ്റാണ്. അപ്പോൾ ഡോക്ടർക്ക് അവരോടൊക്കെ എന്താണ് ആക്ച്വലി പറയാനുള്ളത്? അവർ കാണുന്ന ഒരു കാഴ്ചപ്പാട് ഈ പറഞ്ഞ പോലെയാണ്. ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും തുടങ്ങാം, പിറ്റേന്ന് ഡിഫൻഡ് എടുക്കുക. അപ്പം നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഡിഫൻഡ് എടുക്കാൻ പറ്റുമല്ലോ. അതെ, ഡിഫൻഡ് എടുക്കാൻ പറ്റാത്ത ആൾക്കാരല്ല, പക്ഷെ നമുക്കിപ്പോൾ ഡിഫൻഡർ എടുക്കേണ്ട ആവശ്യമില്ല. അതായത് നമ്മൾ ആരുടെ അടുത്തൊന്നും പൈസ വാങ്ങിയിട്ടില്ല. അതെ, എനിക്ക് ഡിഫൻഡർ ഷോ ഓഫ് ചെയ്ത് ഫ്ലെക്സ് ചെയ്തിട്ട് പൈസ വാങ്ങേണ്ട ആവശ്യം എനിക്കില്ലല്ലോ. അപ്പോൾ ഈ പെട്ടെന്ന് പൈസക്കാരാവുക എന്നുള്ള ഒരു ഓപ്ഷൻ എന്തില്ല, ശരിക്കും ഇല്ല, നിലനിൽപ്പില്ല. അത് എങ്ങനെ പോയി കഴിഞ്ഞാൽ പൊട്ടും. കാരണം എന്താണെന്നറിയോ, പെട്ടെന്ന് പൈസ ഉണ്ടായി കഴിയുമ്പോൾ ഇത് എങ്ങനെ ഉണ്ടായതെന്ന് അറിയില്ല. ഒരു സാധനം ബിൽഡ് ചെയ്ത് പൊട്ടി അല്ലെങ്കിൽ മനസ്സിലാക്കി വരുമ്പോൾ എവിടെ ഇതിൻ്റെ ട്രയൽ ആൻഡ് എറേഴ്സിൽ നമുക്ക് മനസ്സിലാവും ഏത് ഏരിയയാണ് വീക്ക്, എവിടെ റെഡിയാക്കണം, എവിടെ ആണ് ഇപ്പോഴത്തെ കറണ്ട് പ്രോബ്ലം എവിടെയാണ് ഐഡൻറ്റിഫൈ ചെയ്ത് തരുമ്പോൾ സമയം എടുക്കും. അയാൾക്ക് താഴത്തേക്ക് പോരുമ്പോഴും ആ വരുന്ന സ്ഥലം അങ്ങനെ അടച്ചു കൊടുത്താൽ മതി. എവിടെയെങ്കിലും വെള്ളം കയറുന്നതിന് അവിടെ സാവധാനം പോയിട്ട് അടച്ചു കൊടുത്താൽ മതി, കപ്പലിൽ വെള്ളം കയറുന്ന പോലെ. നേരെ മറിച്ച് പെട്ടെന്ന് പൊന്തിപ്പോയൊരു സാധനം അത് പോരുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല, അത് എവിടെ ചോർച്ചാന്ന് മനസ്സിലാവില്ല. ഒരു ബക്കറ്റിൽ കുറേ സ്ഥലത്ത് ഹോൾട്ട പോലെ ആവും, പല സൈഡിൽ കൂടി വെള്ളം പോകും, നമുക്ക് മനസ്സിലാവില്ല. അത് ഇങ്ങനെ ആലോചിച്ചാൽ മതി. നമ്മൾ ഒരു ബക്കറ്റിന് ഒരുമിച്ച് കുറേ ഹോൾ ഇട്ടിട്ട് അടച്ചു വെച്ചത് പെട്ടെന്ന് മുഴുവൻ റിലീസ് ആവണതും ഓരോ ഹോളുകളായിട്ട് സാവധാനം ഇട്ട് നമുക്ക് അറിയാമല്ലോ എവിടെയൊക്കെ ഹോൾ ഉള്ളത് എന്നുള്ളത്. ആ രീതിക്ക് നമുക്ക് നമ്മുടെ അടുത്ത് കറക്റ്റ് ഒരു ആർക്കിടെക്ചർ വേണം, നമ്മൾ ചെയ്ത പ്രൊജക്റ്റ്, നമ്മുടെ ബിസിനസ്സിൻ്റെ ഒരു കറക്റ്റ് മാപ്പ് വേണം, ആ ഒരു കോർ ടീമും എല്ലാം. അപ്പോൾ അത് സമയമെടുക്കും. പക്ഷെ അതേപോലെ തന്നെ റിവേഴ്സ് ആവാനും എന്ത് ചെയ്യും, നമുക്ക് തിരിച്ചു വരാനുള്ളതും അത് മെല്ലെ പൊന്തിയ ഒരാൾക്ക് എന്തെങ്കിലും ഒരു ഡൗൺഫോൾ വന്നാൽ തിരിച്ചു വരൽ പക്ഷേ ഈസി ആയിരിക്കും. പക്ഷെ പെട്ടെന്ന് പൊന്തിയ ഒരാള് പെട്ടെന്ന് താവുകയും ചെയ്യും, ആൾക്ക് മനസ്സിലാവില്ല, ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല പ്രോബ്ലം എന്താണെന്നുള്ളത്. സാവധാനം പൊന്തിയ ആൾക്ക് സാവധാനം താഴത്തേക്ക് പോരുള്ളൂ. താഴത്തേക്ക് പോരുമ്പോഴത്തേന് അയാൾക്ക് മനസ്സിലാവും എവിടെ പോണതും മനസ്സിലാവും, എന്താണ് പ്രശ്നം എന്ന് മനസ്സിലാവും. ഇപ്പം നമ്മളൊരു യൂത്തിൻ്റെ ഇടയിലുള്ള ഏറ്റവും വലിയ പ്രോബ്ലമാണ്, അതായത് ഇന്ന് ഇൻവെസ്റ്റ് ചെയ്താൽ അവർക്ക് നാളെ അതിൻ്റെ ഒരു 10x ഒക്കെ റിട്ടേൺ വേണം. അപ്പോൾ ആ ഒരു യൂത്തിൻ്റെ അടുത്ത് ആക്ച്വലി ഒരു സജഷനായിട്ട് ഡോക്ടർക്ക് എന്താ പറയാനുള്ളത്? യൂത്തിൻ്റെ അടുത്ത് എനിക്ക് പറയാനുള്ളത് വെച്ചാൽ, നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാവാതെ ഒരു നിലക്കും രക്ഷപ്പെടാൻ പറ്റുമെന്ന് വിചാരിക്കണ്ട. വളരെ ഹോപ്പറായിട്ട് പറയുകയാണ്. ഈ പല റീൽസും പെട്ടെന്ന് കയറും, കാരണം നല്ല മോട്ടിവേറ്റ് ചെയ്ത് കൊടുക്കും. ആ ഇല്ലാത്ത മോട്ടിവേഷൻ, ഫേക്ക് മോട്ടിവേഷൻ കൊടുക്കും. അങ്ങനെ ഒരു സാധനം ഇല്ല. പണി എടുത്താണ്ട് തന്നെ പൈസ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ബിസിനസ് ആണെങ്കിലും കഷ്ടപ്പെടാൻ വേണം, വിയർപ്പൊഴിച്ച് കഷ്ടപ്പെടേണ്ടി വരും, ഉറക്കില്ലാണ്ട് കഷ്ടപ്പെടേണ്ടി വരും, ടെൻഷൻ അടിക്കേണ്ടി വരും, ബാക്കപ്പ് വേണ്ടി വരും. ഇതൊക്കെ നിന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് സാലറി കൊടുക്കാനുള്ള പൈസ മാത്രമേ ഉണ്ടാവുള്ളൂ. എന്നാൽ 500 റുപ്യ നിങ്ങൾക്ക് പെട്രോൾ അടിക്കാൻ പോലും പൈസ ഉണ്ടാവില്ല. ഇതൊക്കെ തരണം ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ബിസിനസ്ക്ക് ഇറങ്ങിയാൽ മതി. അല്ലാത്തവർക്ക് ഏറ്റവും ബെസ്റ്റ് 9 to 5 ആരെങ്കിലുമൊക്കെ എടുത്ത് പോയി നിൽക്കുക എന്നുള്ളതാണ് ശരിക്കും പറയുകയാണെങ്കിൽ. അല്ലാത്ത മൈൻഡ് സെറ്റുള്ള ആളുകൾ ഇപ്പോൾ ഒരു ടീമിലുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞ ഇലോൺ മസ്ക് സ്റ്റേക്ക് കൊടുത്തു അല്ലേ, അപ്പോൾ അത് ആ ഒരു കോർ ടീമിനെ ഐഡൻറ്റിഫൈ ചെയ്യണ ഒരു ഓൺട്രപ്രണർ, ഫൗണ്ടർ അല്ലെങ്കിൽ ഇൻവെസ്റ്റർ കൂടെ നിങ്ങൾ നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ്, നിങ്ങൾക്ക് കണക്ടിവിറ്റി ഉണ്ടാക്കാൻ പറ്റും, നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്യൂച്ചർ ബിൽഡ് ചെയ്യാൻ പറ്റും. അല്ല പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് സക്സസ് ആവാനുള്ള ചാൻസ് വളരെ കുറവാണ്. ഈ ഒരു കോൺവെർസേഷനിൽ ഡോക്ടർ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തിട്ടുള്ളൊരു, അപ്പോൾ സക്സസ് എന്ന് പറയുന്ന സമയത്ത് ഡോക്ടർ എപ്പോഴും മെൻഷൻ ചെയ്തിട്ടുള്ളൊരു കാര്യമാണ് ടീം എന്ന് പറയുന്നത്. അപ്പോൾ ഡോക്ടർ ടീം ബിൽഡ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിച്ചിട്ടുള്ള അല്ലെങ്കിൽ പറ്റിയിട്ടുള്ള ഒരു മേജർ അബദ്ധം എന്തായിരുന്നു? ഒരു ടീമിനെ ബിൽഡ് ചെയ്യാൻ ഇനീഷ്യലി ഒരുപാട് മിസ്റ്റേക്സ് പറ്റിയിട്ടാണല്ലോ ഇന്ന് ഡോക്ടർ കാണുന്ന ഒരു ടീമിനെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്.
അതിൽ പറ്റിയിട്ടുള്ളൊരു മേജർ മിസ്റ്റേക്ക് എന്തായിരുന്നു? മേജർ മിസ്റ്റേക്സ് എന്ന് പറയാൻ പറ്റില്ല, നമ്മൾ ലെസൺ എന്ന് പറയാം. അതായത് നമ്മളെ കോർ ടീം എപ്പോഴും നമ്മളെ കൂടെ നിൽക്കണം. 2 തോണിയിൽ കാലിടുന്ന ഒരു കോർ ടീമാണെങ്കിൽ ആ ബിസിനസ് എവിടെ എത്തൂല. കാരണം അവരുടെ അണ്ടറിലുള്ള ആൾക്കാരുടെ അടുത്ത് നല്ല രീതിക്ക് നല്ല സ്വഭാവം, അതായത് നല്ല രീതിയിൽ അറിയപ്പെടും. ഫൗണ്ടർ അടുത്തും നല്ല രീതിക്കായിരിക്കും നിൽക്കുക. അപ്പോൾ ഇതിന് പ്രോബ്ലം എവിടെയെന്ന് ഫൗണ്ടർക്ക് അല്ലെങ്കിൽ ഇൻവെസ്റ്റർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മനസ്സിലാക്കാൻ പറ്റില്ല. നമ്മൾ സ്ട്രാറ്റജി ഇംപ്ലിമെൻറ്റ് ചെയ്ത് കൊടുക്കും, അത് വർക്കാവില്ല. എപ്പോഴും നമ്മൾ ടീം ഉണ്ടാക്കുന്നത് നമ്മളെ കോർ ടീമിന് നമ്മളെ വിഷനും മിഷനും അറിഞ്ഞിരിക്കണം. കോർ ടീം നമ്മളെ കൂടെ നിൽക്കണം. കോർ ടീം നമ്മളെ കൂടെ നിൽക്കുമ്പോഴാണ് ഓട്ടോമാറ്റിക്കായിട്ട് താഴെയുള്ള ആളുകൾ നിൽക്കുള്ളൂ. അപ്പോൾ നിങ്ങൾ എപ്പോഴും ഒരു ടീം ബിൽഡ് ചെയ്യാന്നുണ്ടെങ്കിൽ നല്ല ബെസ്റ്റ് കോർ ടീമിനെ ഉണ്ടാക്കുക. കോർ ടീം ശരിയല്ലേ, ആ ബിസിനസ് മുന്നോട്ട് പോകില്ല.